ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കര പ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസ് ഞാൻ വായിച്ചു. മക്കളെ, ഇങ്ങനൊരു അമ്മയ്ക്ക് കിട്ടിയൊരു സുഹൃതം, ഇങ്ങനെയുള്ള നല്ല മക്കളെ കിട്ടാൻ എന്തോ ഭാഗ്യം കഴിഞ്ഞ ജന്മം ഞാൻ ചെയ്തെന്ന് തന്നെ ഉറപ്പാണ് എനിക്ക്. എത്ര നല്ല, എന്താ പറയുക, എന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല. മക്കളുടെ ആ ഒരു സ്നേഹവും എന്താ പറയുക, എല്ലാവരെയും ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോഭാവം. നമുക്കിന്ന് രാമായണം, ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഇന്ന് കർക്കിടകം 14-ാമത്തെ ദിവസമാണ്. നമുക്ക് ആദ്യത്തെ സ്തുതിപ്പ് ചൊല്ലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയാനാ വായിച്ച് 1 മണിക്കൂറിന് മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ ഫോണിൽ സ്ഥലം, അതായത് സ്പേസ് ഇല്ലാതെ വരുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ കൂടെ കൂടെ മറന്നു പോകും. 30 മിനിറ്റൊക്കെ ആണെങ്കിൽ എങ്ങനെ, ഇതിപ്പോൾ തോന്നിയ സമയം എടുത്തപ്പം തനിയെ ഞാൻ ചൊല്ലിയതെല്ലാം ഇത് വന്നില്ല, ഇടയ്ക്ക് വെച്ചാൽ കട്ടായിപ്പോയി. പിന്നെ അത്രയും 1 മണിക്കൂർ പുറത്തെടുക്കുന്നത് പിന്നെ ഒന്നും എടുക്കാൻ പറ്റൂ? എന്താ അതൊന്നും എടുത്ത് വായിക്കാം, കാരണം അത് വേണമല്ലോ. അത് നമ്മൾ ഭഗവാൻ ഇങ്ങനെ ദേവിയെ കണ്ടോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം അത് നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, ദേവിയെ കണ്ടോ? വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. അത് മൃഗങ്ങളോട് ചോദിച്ചു. മൃഗലോചനയായ ജനകപുത്രിയെ തന്നെ കണ്ടോ എന്നാ ചോദിക്കുന്നത്. പക്ഷി സഞ്ചയങ്ങളെ, സഞ്ചയം കൂട്ടം, പക്ഷിക്കൂട്ടങ്ങളെ നിങ്ങൾ കണ്ടോ? പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പ്ലാഷിയെ മമ ചൊല്ലുവൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ, അത് വൃന്ദവും കൂട്ടമെന്നർത്ഥം. വൃക്ഷക്കൂട്ടമേ, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധം ഓരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. അതായത് ഭഗവാൻ മനുഷ്യരൂപം എടുത്തത് കൊണ്ട് ഈ മായയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മളെ, അതായത് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് എന്താ ലോകത്ത് മനുഷ്യനല്ലേ എന്ന് കരുതും. അപ്പോൾ അവർക്ക് വേണ്ടി ഭഗവാൻ ഭാവന ചെയ്യണം, അത് ഭാവം ചെയ്യുന്നു. ഭഗവാന് യാതൊരു സങ്കടവും ഒന്നും, കാരണം സുഖദുഃഖങ്ങൾക്കെല്ലാം അതീതനാണ് പരമാത്മാവ്. അതുകൊണ്ട് ഇവിടെ
മായയാ മനുഷ്യഭാവേന മനുഷ്യരുടെ അങ്ങനെ വെറുതെയെങ്കിലും ഒരാൾ മരിച്ചാലോ അല്ലെങ്കിൽ കാണാൻ പോലെ എന്തൊരു നിലവിളിയാ. അപ്പോൾ ഭഗവാൻ അനങ്ങാതിരിക്കാൻ പറ്റുമോ? ജനങ്ങളെ മുമ്പിൽ ബോധിപ്പിക്കണ്ടേ? എനിക്കും ഭാര്യയുടെ അടുത്ത് സ്നേഹം ഉണ്ട് ഇല്ലെന്ന് അല്ല നാട്ടുകാരുടെ പത്തിലേ ഇല്ല. അയാൾക്കൊരു ദണ്ണവും ഇല്ല, ഭാര്യ പോയാലെന്താ എന്താ എന്ന് പറയത്തില്ലേ? അതുകൊണ്ട് ജനങ്ങളെ ഒപ്പിപ്പാൻ വേണ്ടി, മൂഢന്മാരെ ഒപ്പിപ്പാൻ, അതാണ് മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. നമ്മൾക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം, സാധാരണ ജനങ്ങൾ, ഭക്തന്മാർക്കറിയാം ഭഗവാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു ഭക്തനറിയാം. പക്ഷേ അല്ലാത്തവരെ ഒപ്പിപ്പാൻ, അതായത് മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, അറിവില്ലാത്ത അജ്ഞാനികൾക്ക് മനസ്സിൽ അങ്ങനെ തോന്നാതിരിക്കാൻ ഭഗവാൻ അവരെ പോലെയാണ് ഭഗവാൻ അറിഞ്ഞോട്ടെ. തത്വജ്ഞന്മാർക്ക് സുഖ ദുഃഖ ഭേദങ്ങൾ ഒന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായകയാൽ. ഈ തത്വജ്ഞന്മാർക്ക് അജ്ഞാനമില്ല. അതുകൊണ്ട് എന്ത് വരും? ഇത് ഭഗവാൻ എന്ത് ചെയ്താലും അവർക്കറിയാം. പക്ഷെ അറിവില്ലാത്ത മൂഢന്മാരെന്ത് ചിന്തിക്കും? സീത ആരോ കൊണ്ടുപോയി, ശ്രീരാമൻ തിരക്കൊന്നുമില്ല, ഒരു വിഷമവും ഇല്ല എന്ന് കാണികൾ, അതായത് ഈ മൂഢാത്മാക്കൾക്ക് പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒത്തു നിൽക്കുന്നു. മൂഢന്മാർക്ക് ഒപ്പിപ്പാനായി. അതാണ് അത് ഞാൻ ഒടുക്കം വായിച്ചു വന്നത് വന്നില്ല. അതൊന്നും എടുത്ത്, അതാണ് ഇന്നലെ മൊത്തം ഞാൻ വായിച്ചു. പക്ഷേ ഫോണിൽ കൂടെ ഇങ്ങനെ സമയം മുമ്പ് എനിക്ക് ഭയങ്കര മറവിയാണ്. അതുകൊണ്ട് ഇങ്ങനെ നേരത്തെ കൂട്ടി, അതുപോലെ എനിക്ക് നടുവയ്യാണ്ട് ഞാൻ വിഷമിച്ചിരുന്ന ഭഗവാൻ എങ്ങനെ ഇവിടെ ഇരിക്കാൻ വയ്യ, നടുവിന് വേദനയാ. ഇനി നമുക്ക് 14ാമത്തെ ദിവസം ജടായുധിയാണ് നമുക്ക് വായിക്കാനുള്ളത്. അത് വായിക്കാം. ശ്രീരാമ ദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ, സീതയെ തിരക്കി നടക്കുമ്പോൾ, തേരഴിഞ്ഞുടഞ്ഞു വീണ ആകുല അടവിയിൽ, അതായത് നോക്കി നടന്നപ്പോൾ അതായത് ഈ രാവണന്റെ തേരെല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്നു. എന്താ? ഈ ജടായുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അങ്ങനെ എല്ലാം കൊത്തി ചുണ്ടും കൊണ്ടും അതിൻ്റെ നഖം കൊണ്ടെല്ലാം ശരിക്ക് അതിനെല്ലാം ഇല്ലാമാക്കി കളഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ തിരക്കി നടക്കുന്നു സീതയെ. അപ്പോഴെന്ത് കാണുന്നു? തേര് അവിടെയൊക്കെ ഇങ്ങനെ ചിഹ്നമായി കിടക്കുന്നു. ശസ്ത്രചാപങ്ങളോടും കൂടവേ, അമ്പും എല്ലാം ശസ്ത്രങ്ങളും ചാപം അതെല്ലാമായിട്ട് ധനുസ് എല്ലാമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്ത് കാണായതു മധ്യേ മാർഗം. എന്താണ്? ഈ ഭഗവാൻ ഇങ്ങനെ തിരക്കി പോയപ്പോൾ വഴിമധ്യേ അവർ പോയോണ്ടിരിക്കുന്ന വഴിക്ക് ഇങ്ങനെ കിടക്കുന്നു. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ. സൗമിത്രി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനാണ്. രാമൻ എന്ത് പറയുന്നു? ഭിന്നമായൊരു രഥം കാണടോ കുമാര, നീ ഇത് നോക്കൂ, ഇതാ കിടക്കുന്നുണ്ടില്ലേ, ഒരു രഥം ചിന്നി കിടക്കുന്നു. തന്നുവെങ്കിൽ തന്നെ ഒരു രാക്ഷസൻ കൊണ്ട് പോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. ഈ മാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർക്ക് ഇപ്പം സീതയെ കിട്ടിയെങ്കിൽ ആ സീതയിൽ നിന്ന് പിടിച്ചു പറിച്ച് വേറൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ മൽപ്പിടുത്തം ഉണ്ടായി കാണും. ഭഗവാൻ ഇങ്ങനെ വെറുതെ ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ മനുഷ്യനോട് നമ്മളെ പറ്റി നമുക്ക് അങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇതൊക്കെ തന്നെ പറഞ്ഞ് ലക്ഷ്മണനോട് കൊടുക്കുവാണ്. ഇന്നലല്ലേ ദുഃഖം ഉണ്ടെന്ന് അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞു. അന്നേരം അഴിഞ്ഞ കോപ്പ് ഇതാ കിടക്കുന്നു. ഈ കോപ്പ് കാരണം ഇങ്ങനെ അയ്യോ തന്നെങ്കിൽ സീതയെ ഒരു രാക്ഷസൻ കൊണ്ടുപോയപ്പോൾ വേറൊരു രാക്ഷസൻ പിടിച്ചു പറിച്ച് കാണും. അങ്ങനെ അവർ നിങ്ങളെ പോലത്തെ യുദ്ധം വീണ് കാണും. അങ്ങനെ ഈ കോപ്പ് ഇവിടെ കിടക്കുന്നു ചിന്നി എന്നു വന്നിടാം. അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ, അവർ കൊന്നോ ഭക്ഷിച്ചോ. ശ്രീരാമനേവം പറഞ്ഞ് ഇത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുധാനൻ ഈ കിടക്കുന്നത് അത്ര നീ കണ്ടില്ലയോ. അപ്പോൾ ഭഗവാൻ എന്താ വിചാരിച്ചത്? സീതയെ തിന്നുപോയി. അത് തിന്നിട്ടിങ്ങനെ പർവ്വതം പോലെ കിടക്കുക രാക്ഷസൻ. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നത് കേട്ട നേരം ഞാൻ ഇവനെ ഇപ്പം തന്നെ വധിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. അവിടെ നീ അമ്പുമിലൊക്കെ തരൂ. വിസ്ത്രസ്ത ഹൃദയനായി പക്ഷിരാജനൻ ചൊന്നാൻ. ഭയന്നിട്ട് എന്ത് പറയുന്നു പക്ഷി? ഇത് ജടായു ആയിരുന്ന ചിറകറ്റ് കിടക്കുമല്ലയോ യുദ്ധത്തിൽ. ഈ രാവണനോട് യുദ്ധം ചെയ്ത് കിടക്കുക. അയാൾ ചിറക് വെട്ടിയിട്ട് കളഞ്ഞ്. അപ്പോൾ വിത്രസ്ത ഹൃദയം, മനസ്സിൽ പേടി തോന്നി. അങ്ങനെ പക്ഷിരാജൻ പറയുന്നു, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രം എത്രയും തവ താതന് വിശേഷിച്ചും. ഭഗവാന്റെ താതൻ ഞാൻ അത്രമാത്രം ദാസനായിരുന്നു. ഞാൻ ചാവേണ്ടതുവനല്ല, വധ്യനല്ല, ഞാൻ മരിക്കേണ്ടതുവനല്ല എന്ന് അവിടെ കിടന്നോട് പറയുന്നു ഈ പക്ഷി. അപ്പോൾ അത് ഭഗവാന്റെ പിതാവിൻ്റെ ദാസനായിരുന്നു ഞാൻ. സിക്തനായിരിപ്പോൾ ഒരു പക്ഷിയാൻ ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശയെ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ.
പക്ഷി പറയുന്നു, സീതയും കൊണ്ട് പോയപ്പോൾ അത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് ചെന്നു തടുത്ത് അവനെ യുദ്ധം ചെയ്തു. മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ച് കളഞ്ഞപ്പോൾ, രാവണോട് യുദ്ധം ചെയ്ത് തേരും എല്ലാം പൊട്ടിച്ച് കളഞ്ഞതാണ്. ശംഖാരി ഗദാ പത്മ മകുട പീതാംബരാദി അങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിപ്പിക്കപ്പെട്ട മുനികളാൽ തേജസാ സകല ദിഗ് വ്യാപ്തനായി കാണായി വന്നു. അയ്യോ മക്കളെ, ഒരു പേരുടെ മറിഞ്ഞു പോയി. നമുക്ക് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി അടുത്തൊരു പേജായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ചെന്നു തടുത്ത് അവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ, അവിടെ വരെ വായിച്ചിട്ട് ഒരു പേജ് മറിഞ്ഞുപോയി. അതിനുശേഷം വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. അങ്ങനെ ചന്ദ്രഹാസം എന്നുള്ള ആ ഒരു രാവണൻ്റെ വാള് എടുത്ത് ഈ പക്ഷിയെ ഛേദിച്ചു. എന്താ ചിറക് പറക്കാതിരിക്കാൻ. വീണ്ടും അവന് വേറൊരു തേരിൽ കയറി പോകുമ്പോഴും ഈ പക്ഷി യുദ്ധം ചെയ്യും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ചിറക് കണ്ടിച്ച് കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. പുഷ്ടവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായിക അത് മരിക്കരുത് എന്ന് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേനും എപ്പോഴെങ്കിലും ശ്രീരാമഭഗവാനോട് വന്ന് ഈ വിവരം പറഞ്ഞ ശേഷേ മരിക്കാവൂ എന്ന് സീതാദേവി വരവും കൊടുത്തു. തൃക്കൺ പാർക്കണം എന്നെ കൃപാനിധേന്ദ. തൃക്കൺ ഭഗവാന്റെ മാനസക്കണ്ണ്, മൂന്നാം കണ്ണ്. അവിടെ നിന്നാണ് കൃപ വരുന്നത്. ആ കൃപ തരണമേ. തൃക്കൺ പാർക്കണം എന്നെ കൃപാനിധേ. തൃക്കഴലിന നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്ത കാരുണ്യം പൂണ്ട് ചെന്നടുത്തിരുന്നു. അങ്ങനെ വിഷമിച്ച് കിടക്കുന്ന ജഡാരടക്ക ചെന്ന് ഭഗവാൻ ഇരുന്നിട്ട് തൻ തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവൻ ഉടൽ, ആ പക്ഷിയുടെ വേദനയോട് കിടക്കുന്ന പക്ഷിയുടെ ഉടലെന്ന് ഭഗവാൻ തടവി കൊടുത്തു. ദുഃഖ അശ്രുപ്ലവന നയനത്തോടും രാമചന്ദ്രൻ ഭഗവാൻ ദുഃഖം ഉണ്ടായി. സീതയും കൊണ്ട് പോയപ്പോൾ യുദ്ധം ചെയ്ത് പക്ഷിക്ക് വന്ന അപകടം, അയാൾ ചിറകറ്റ് അതിൻ്റെ ജീവിതം പോയില്ലേ ആ പക്ഷിയുടെ. അപ്പോൾ അത്രത്തോളം വിഷമം അത് സഹിക്കുന്നു. ആ വേദന ആർക്ക് കിട്ടുന്നു? ശ്രീരാമന്. ദുഃഖ അശ്രുപ്ലുതനായി കണ്ണുനീര് ദുഃഖത്തോട് ശ്രീരാമഭഗവാൻ ഒഴുക്കിക്കൊണ്ട് അങ്ങനെയുള്ള കണ്ണുകളോടും നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ട് ചൊല്ലിനാൻ ജടായുവും. വല്ലഭയുടെ സീതയുടെ ബാക്കി വൃത്താന്തം പറയൂ എന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു, വല്ലഭ, എൻ്റെ വല്ലഭയുടെ സീതയുടെ വൃത്താന്തം എങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോയി ഇതൊക്കെ അറിയണ്ടേ? രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ടുപോയാൻ എന്നറിഞ്ഞാൽ തെക്കോട്ടാണ് കൊണ്ടുപോയത്. ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. എനിക്ക് വേദനയുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, വേദന സഹിക്കാൻ വയ്യ. എന്താണ് ഈ ദുഃഖമല്ലേ ചിറക് അറ്റോടെ കിടക്കുന്നത്? അതുകൊണ്ട് എനിക്ക് മരണപീഡ, എന്നെ മരണം അത്രത്തോളം വേദനിപ്പിക്കുന്നു. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധം അറ്റിയിടും വണ്ണം മരിക്കാൻ അവകാശം വന്നത്. ഭഗവാൻ തന്നെ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ അവകാശം കിട്ടിയല്ലോ, അതൊരു ഭാഗ്യമല്ലേ. ഞാനും അതല്ലേ പറയാം, എൻ്റെ മക്കളുടെ എൻ്റെ സുഹൃതമാണ് മക്കൾ ഇങ്ങനെ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ കമൻസൊക്കെ വരുന്നത്. എന്തോ ആർക്കെങ്കിലും കിട്ടുന്നൊരു ഭാഗ്യമാണോ ഇതൊക്കെ? എല്ലാവർക്കും സ്നേഹവും അത്രമാത്രം എന്താ പറയുക, പറയാൻ വാക്കുകളില്ല മക്കളെ. അതുകൊണ്ട് അതുപോലെ ഇവിടെ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാനുള്ളൊരു അവകാശം ഈ ജടായുനുണ്ടല്ലോ. അതുകൊണ്ട് ബന്ധം അറ്റിയിടം വണ്ണം മരിക്കാൻ അവകാശം, എൻ്റെ ബന്ധങ്ങളെല്ലാം അറ്റ് ഭഗവാനോട് ചേരാനുള്ള അതെനിക്ക് വന്നല്ലോ, അവകാശം വന്നത് ഭവൽ കൃപാപാത്രമായാലഹം പുണ്യപുരുഷോത്തമ ദയാനിധേ. ഈ ഒരു ഭാഗ്യം, ഈ ഒരു അവകാശം എനിക്ക് കിട്ടിയല്ലോ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരനാനന്ദാത്മാ പരമാത്മാ മായ മാനുഷരൂപി സന്തത അന്തർഭാഗേ വസിച്ചിടുക വേണം. എപ്പോഴും എൻ്റെ ഉള്ളത്തിൽ വസിക്കണമേ എന്നാണ് പക്ഷി പറയുന്നത്. നമ്മൾ ഒരു പക്ഷിയാണെന്ന് മനസ്സിലാക്കണം. നമുക്കും ഇതുപോലെ ആ പക്ഷിക്ക് ചിറക് പോയാൽ നമുക്കും ചില വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? നമ്മുടെ അന്തരംഗത്തിൽ ഭഗവാൻ എപ്പോഴും വസിക്കണമേ, നമ്മുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. സന്തതം അന്തർഭാഗേ വസിച്ചിടുക വേണം നിൻ തിരുമേനി
ഘനശ്യാമള അഭിരാമം അന്ത്യകാലത്തെങ്കിൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായ ഞാൻ ഇന്ന് നൂനം. എൻ്റെ ബന്ധമെല്ലാം കെട്ടുകളെല്ലാം എല്ലാത്തിനും വിരമിച്ച് അവിടെ എനിക്ക് മോക്ഷത്തിലേക്ക് കടന്നു ഭഗവാനോടൊപ്പം ചേർന്നാൽ മതി, മറ്റെല്ലാ ആഗ്രഹങ്ങളെല്ലാം പോയി. അതാണ് ബന്ധം അറ്റ് എന്നത്. പിന്നെ യാതൊന്നിനും വേണ്ടി അവിടെ ആഗ്രഹത്തല്ല അദ്ദേഹം ജടായു കിടക്കുന്നത്. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമ സമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളണം. എന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഭഗവാന്റെ കരം കൊണ്ട് എന്നെ തൊട്ടരുളണം. എന്നെ ഇങ്ങനെ എന്താ പറയാ, ഭഗവാന്റെ എന്താ ബന്ധുക സുമ സമ തൃക്കരം, ഭഗവാന് തൃക്കൈൽ കൊണ്ട് എന്നെ തടവി താലോലിച്ച് ബന്ധുവത്സല മന്ദം പതുക്കെ വേദനിച്ചടക്കുമല്ലേ അരുളയണം. എന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭഗവാനോടൊപ്പം ചേരാമല്ലോ. സന്തോഷത്തിലും ഭഗവാനുള്ള ആ ഒരു സ്നേഹത്തോടുകൂടിയും ഭഗവാൻ തന്നെ ചേരാമല്ലോ. ഇന്ദിരാപതി അത് കേട്ടുടൻ തലോടിനാൻ. ഭഗവാൻ അത് കേട്ടപ്പോൾ തന്നെ തലോടി. മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം നന്നായിട്ട് തന്നെ ആനന്ദത്തോട് ചെയ്ത ആ ജടായുവിന് അങ്ങനെ വരത്തൊക്കെ വേണം. ആ ഒരു സ്നേഹവാത്സല്യത്തോട് തന്നെ ആ തടവത്തക്കത്തിൽ വേദനയെല്ലാം മാറി ഭഗവാനിലേക്ക് ചേരാൻ പറ്റും. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും അങ്ങനെ തന്നെ മരണപ്പെട്ടു. പ്രാണങ്ങളെ ത്യജിച്ച് മനിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു. ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്ത് അതിൻ്റെ തലയെടുത്ത് എടുത്ത് ഉത്സംഗ സീമനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. സ്നേഹത്തോടുകൂടി ഭഗവാന്റെ മടിയിലേക്ക് അതിൻ്റെ തല ഉത്തുങ്ങ അതിൻ്റെ ശിരസ്സെടുത്ത് ഭഗവാന്റെ മടിയിലേക്ക് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, ജടായു മരിച്ചല്ലോ. അങ്ങനെ സന്തോഷം സ്നേഹം തടയാന്നല്ലോ പ്രാണനെ പോക്കിയത്. ഭഗവാൻ ആ മടിയിലെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം. അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ ആരോട് പറയുന്നു. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്തു. പിന്നെ നല്ല കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനെ സംസ്കരിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞ് നല്ല ചിത കൂട്ടണം. വിറക് കൊണ്ട് നല്ല ചിത തീർക്കൂ. സ്നാനവും കഴിച്ചു ഉദകക്രിയാതെയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡ് വേറൊരു മൃഗത്തിനെ വധിച്ച് അങ്ങനെ കണ്ടൊക്കെ കർമ്മങ്ങളുണ്ട്. മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി മറ്റ് പിതൃക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം. മാംസം പക്ഷികൾക്ക് മാംസമാണല്ലോ. അവർ വേറൊരു ജന്തുവിനെ വധിച്ചു അതിൻ്റെ മാംസം എടുത്ത് പുല്ലിന്മേൽ, നമ്മൾക്ക് അവിടെ വനത്തിൽ വേറെ ഒന്നും ഇല്ലല്ലോ, അതിന് പുല്ലിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് മറ്റ് പക്ഷികളെടുത്ത് കഴിക്കാൻ വേണ്ടി അങ്ങനെ വയ്ക്കും, പിതൃക്കൾക്ക് വേണ്ടി. അങ്ങനെ പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും, അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഈ പക്ഷികളോട് പറഞ്ഞു, പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും. ഈ ജടായു ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തത്, ഈ മാംസം പുല്ലിന്മേൽ വെച്ച് കൊടുക്കുന്നത് മറ്റു പക്ഷികളെടുത്ത് തൃപ്തനായി ഭക്ഷിച്ചാലും അത് എന്നിട്ട് സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇത് കൊണ്ട് തൃപ്തനായി ഭവിച്ചാൽ തൃപ്തി വരാൻ വേണ്ടി. എന്നിട്ട് കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം അരുളി ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു? സാരൂപ്യം. അപ്പം ഭഗവാന്റെ രൂപം പ്രാപിക്കുക, ഭഗവാനോടൊപ്പം ചേർന്നിരിക്കുക, സാരൂപ്യം ആവുക ആ ജടായു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായും നല്ല സൂര്യപ്രഭ പോലെ അർക്കൻ്റെ ശോഭ പോലെ വിമാനമാരുഹ്യ അങ്ങനെ ദിവ്യരൂപം പൂണ്ട് ജടായു. ശങ്കാരി ഗദാ പത്മ മകുട പീതാംബരാദ്യ അങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. തേജസാ സകലം. അപ്പോൾ ഈ ദിവ്യരൂപം കണ്ടിട്ട് എന്താ, വിഷ്ണു പാർഷദന്മാർ പൂജിക്കപ്പെട്ടവനായിട്ട് മുനികളാൽ ഈ തേജസാസകലം എന്ത് എല്ലാ ദിക്കും വ്യാപ്തനെ കാണുന്നത് ഈ പ്രകാശം, ആ സൂര്യൻ്റെ ഭാനുവിൻ്റെ ആരാണ് ഈ ജടായുവിന് അത്രമാത്രം ഭക്തനായിരുന്നു ജടായു. സന്നദ്ധ ഗാത്രത്തോടെ ഉയരെ കൂപ്പി തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അങ്ങനെ ആകാശം ദിവ്യരൂപത്തിൽ ഇങ്ങനെ കണ്ടിട്ട് അത്രമാത്രം ഭക്തനും, അതാണ് നമ്മളിത് പഠിക്കേണ്ടത്. ഒരു ജന്തുക്കൾക്ക് പോലും സാരൂപ്യം പ്രാപിക്കാം ഭക്തനാണെങ്കിൽ. അങ്ങനെ ജടായു സ്തുതിക്കുന്നു.
അഗണ്യഗുണ ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാര മൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിത കടാക്ഷ വിക്ഷേപിത അമരശുചം രഹിതാവധി സുഖം ഇന്ദിരാ മനോഹരം ശ്യാമളം ജടാ മകുടോജ്വലം ചാപശര കോമള കരാംബുജം പ്രമദോസ്മ്യഹം രാമം ഭുവന കമനീയ രൂപം ഈഡിതം ശതരവി ഭാസുരം അഭീഷ്ടപ്രദം ശരണദം സുരപാദപ മൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനനദവ ദഹന നാമധേയം ഭവപങ്കജ ഭവമുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജ ആകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവൽ സ്വരൂപിണം ഭവഭീ വിരഹിതം മുനിസേവിതം വരം ഭവസാഗര തരണ അഘ്രിപോതകം നിത്യം ഭവനാശായ അനിശം പ്രണതോസ്മ്യഹം രാമം ഗിരീശഗിരിസുധാഹൃദയ അംബുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ചയ ധനുജേന്ദ്ര സേവിതപാദം സുരപ മണിനിഭം പ്രണതോസ്മ്യഹം രാമം പരധാരാർത്ഥ പരിവർജിത മനീഷിണാം പരപുരുഷ ഗുണപൂരി സന്തുഷ്ടാത്മനാം പരലോകൈക ഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിത സുന്ദര വികസിത വക്രാംബോരുഹം സ്മൃതി ഗോചരം അസിതാംബുദ കളേബരം സിത പങ്കജ ചാരു നയനം രഘുവരം ക്ഷിതി നന്ദനാവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഖ സ്ഥിത രവി മണ്ഡലം പോലെ സകല അചര ജന്തുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധി മാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനി ജനസ്തുത അവ്യക്തം ക്ഷിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥ ശതകോടി സുന്ദര കളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമ്മ ആധാര അപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി. ഇത് പക്ഷീന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചതാണ് ഇത്ര നേരം. എനിക്ക് അത്രയ്ക്കും കൊണ്ട് അക്ഷരത്തിന് മനസ്സിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രകൾ ഇഴിഞ്ഞിറങ്ങി പ്രാർത്ഥിക്കാൻ ഇത് പാഠം മനസ്സിൽ വന്നെങ്കിലേ നമുക്ക് അതിലേക്ക് പ്രാർത്ഥന ഇത് ഒത്തിരി വട്ടം വായിച്ചാലേ എനിക്ക് ഇന്നിപ്പോൾ വായിച്ചാൽ ഇനി എന്തെങ്കിലും എടുക്കുമ്പോഴാണ് എനിക്ക് സമയമില്ല, എനിക്ക് ഇരുന്നൊന്നും ചെയ്യാനും വയ്യ. അതുകൊണ്ട് ഞാൻ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഭക്തിപൂർവ്വം ഇത് പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് ഭക്തി കുറയും, കാരണം എനിക്ക് അക്ഷരങ്ങൾ വ്യക്തമല്ല, നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല വായിക്കാൻ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ പറഞ്ഞത്, പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. അതുകൊണ്ട് മധുരമായി ഇതെല്ലാം പ്രസന്നമായി ഭഗവാന് ഇദ്ദേഹത്തിൻ്റെ ജടായുവിലെ സ്തുതിപ്പ് കേട്ടപ്പോൾ അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു പരം. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ, അതായത് നീ വിഷ്ണുവായ എൻ്റെ പരമപദത്തെ പ്രാപിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മളിതെല്ലാം. അതുകൊണ്ട് എന്നും പുസ്തകമുള്ളവരെടുത്ത് പ്രാർത്ഥിക്കണം. ഇത് മനപ്പാടാകുമ്പോൾ നമുക്ക് നന്നായി ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഉള്ളത്തിൽ ഇഴിഞ്ഞിറങ്ങി പ്രാർത്ഥിക്കാം. നമുക്കത് പാഠമാക്കണം. പാഠമാകുന്നവർ നമുക്ക് പാടാണ്. അക്ഷരങ്ങൾ തെറ്റാതിരിക്കാൻ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്തി കുറയും. ഭക്തിയോടെ ആവണേ നമ്മൾ ഇത് നിത്യേന വായിക്കണം, ശീലമാക്കണം. അപ്പോൾ നമുക്ക് പിന്നെ അക്ഷരത്തിന് വിഷമം ഉണ്ടാവത്തില്ല. നമ്മൾ കണ്ടില്ലെങ്കിൽ അങ്ങ് വായിച്ചു പോകും. ഒരു ഇച്ചിരി ഒന്ന് കിട്ടിയാൽ മതി, അങ്ങ് വായിക്കും. നമ്മൾ ഈ ഭാഗത്തൊക്കെ അറിഞ്ഞ ഭാഗം എങ്ങനെ വായിക്കുന്നത് അതുപോലെ. അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു പരം. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഈ പക്ഷി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ ഇതുപോലെ നമുക്കും ആകാം. ഈ പക്ഷി എന്തായി തീർന്ന് സാരൂപ്യം പ്രാപിച്ചു. നമുക്കും ഈ പ്രാർത്ഥന മതി, ഭക്തിയോടുകൂടി വേണമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിൽ ഭക്തിയൊന്നും വളരെ വന്നില്ല. എനിക്ക് ശീലമാവാങ്കിലേ അത് വരത്തുള്ളൂ. ഇപ്പം ഞാൻ ശ്രദ്ധ ഇതിലോട്ട് പോകുന്നു.
ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു ദേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. നമ്മൾ രാമനാമം ചൊല്ലിയാലും മതി. രാമ 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 എന്ന് പ്രാർത്ഥിച്ചാലും അതൊരു പ്രാർത്ഥനയാ. അതൊക്കെ നമുക്ക് അറപ്പില്ലാതെ പ്രാർത്ഥന. ഹരേ രാമാന്ന് വിളിക്കുമ്പോൾ നമുക്കുള്ള ഉള്ളത്തിൽ അർത്ഥം നോക്കണ്ട, വാക്ക് നോക്കണ്ട, അക്ഷരങ്ങൾ നോക്കണ്ട, അറിയാം ശീലം. അപ്പോഴാണ് ഭക്തി വരുന്നത്. ഇതിപ്പോൾ അറിയാത്തൊരു കാര്യം നമുക്ക് അറിഞ്ഞു ഒത്തിരിയായിട്ട് വായിച്ച് പഠിച്ചേ നമുക്കത് വരും. ഇല്ലെങ്കിൽ ഹരേ രാമാന്ന് ചൊല്ല, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ നമ്മളങ്ങോട്ട് മുഴുകി അങ്ങോട്ട് ചൊല്ലിയാലും മതി. ഇന്ന തന്നെ വേണമെന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് പറഞ്ഞത്? ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. നിർമ്മലമായ ഇരിക്കണം നമ്മുടെ ഹൃദയം. ഒരു കളങ്കവും ഇല്ലാത്ത, ഒന്നിനും വേണ്ടിയല്ല, ഭക്തി മാത്രം, ഭഗവാനെ മതി. ആ ഒരു ഭക്തിയോട് നാമം ജപിക്കുക, അത്രേ ഉള്ളൂ. ഇത് തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. നമ്മൾ അപ്പം നമുക്ക് എപ്പോഴും വഴങ്ങുന്ന അക്ഷരങ്ങളാണ് നല്ലത്. രാമ കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ നമുക്ക് ഒത്തിരി ശീലമുള്ളത്, അതാണ് ഏറ്റവും നല്ലത്. അറിയാത്തത് ചൊല്ലുമ്പോൾ നമുക്ക് അത് പഠിക്കേണ്ടെന്നല്ല, ഭക്തി കുറയും അറിയാത്തത് ചൊല്ലുമ്പോൾ. അറിയുമ്പോൾ നമുക്ക് അതിൽ വാക്കുകൾ ശ്രദ്ധിക്കണം, ഭഗവാനെ തന്നെ ശ്രദ്ധിക്കാം. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ച ദുഃഖത്തോടും അന്വേഷിച്ച് ഓരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണം ഏവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ, വക്ഷസി വദനവും യോജന ബാഹുക്കളും. അത് വക്ഷസി വയറ്റിലാണ്, വദനം വായ, യോജന ബാഹുകൾ, ഒരു യോജന വീതം നീളമുള്ള കൈയും, ചഷുരാദികൾ ഇല്ല, എന്തൊരു സത്വമിതം കണ്ണുകളൊന്നും മുഖമൊന്നും കാണുന്നില്ല. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. കണ്ട ഒരു വികൃത രൂപമാണ് സത്വം. അതിന് എങ്ങനെ മുഖമില്ല, അതൊക്കെ വായുമൊക്കെ എന്താ പറയുക, അതിൻ്റെ വയറ്റിലാണ്. പക്ഷിയും മൃഗവും അല്ല എത്രയും ചിത്രം ചിത്രിത്, പക്ഷിയുമല്ല മൃഗവുമല്ല. വക്ഷസി വക്രം കാലും തലയും ഇല്ലതാനും. രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ, ഈ രക്ഷത്തുകൾ ഇവൻ നമ്മളെ പിടിച്ച് ഭക്ഷിക്കുന്നതിന് മുമ്പേ രക്ഷിക്കും പ്രകാരവും കണ്ടില്ല, നിരൂപിച്ചാൽ ഒരു രക്ഷയെ ഓർത്തിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവൻ ഇങ്ങനെ ഒരു സത്വം നമ്മുടെ മുമ്പിൽ വരുന്നു, ഇവനെ കിട്ടിയ അവൻ നമ്മളെ അപ്പോഴേ ഭക്ഷിക്കും. അതിന് മുമ്പേ അവൾ എന്ത് ചെയ്യണം? തൽഭുജ മധ്യസ്ഥന്മാരാ ഇത് കുമാരാ നീ, അവൻ്റെ കൈകൾക്കുള്ളിൽ പെട്ടാൽ. തൽഭുജ മധ്യസ്ഥന്മാരായത്, കാരണം നമ്മൾ അവന് കണ്ണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ രണ്ട് കൈയുടെ ഇടയ്ക്ക് നമ്മളെ കിട്ടിയാൽ അതാ അവൻ്റെ വിശപ്പ് തീർക്കുന്നത്. കണ്ടുകൊണ്ടല്ല, കൈയുടെ ഇടയ്ക്ക് വന്ന് കയറിയാൽ മതി. അവൻ രണ്ട് കൈയുടെ ഇടയ്ക്ക് വന്ന് കയറിയാൽ അത് അവനത് കഴിക്കും. അങ്ങനെ അതുകൊണ്ട് എന്ത് പറയുന്നു? തൽഭുജ മധ്യസ്ഥന്മാരായത് കുമാര, നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാൽ അത് വരും. എന്തായാലും വിചാരിച്ചുള്ള വരും. എന്തോ ഇത് നമുക്ക് ഒരു പ്രകാരവും നമ്മൾ കാണുന്നില്ലല്ലോ, ഇത്രയും വല്ലാത്തൊരു സത്വമാണല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഘവനേവം പറഞ്ഞതിനോരനന്തരം ആകുല അകന്നൊരു ലക്ഷ്മണൻ ഉര ചെയ്താൻ. വിഷമം മാറ്റിയിട്ട് ലക്ഷ്മണൻ എന്ത് പറഞ്ഞു? പോരും വ്യാകുല ഭാവം എന്തിനീ വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. അതൊരു ബുദ്ധിയാണ്. രണ്ട് കരവും കൊണ്ടാണല്ലോ അവൻ ഭക്ഷിക്കുന്നത്. അവൻ്റെ കൈയുടെ മധ്യത്തിൽ വന്നപ്പെട്ടെന്ന് പിടിക്കുക, തിന്നുക, തിന്നാൻ ഇങ്ങനെ അങ്ങ് വയറ്റിലോട്ടങ്ങ് ഇടുക. അപ്പം കുമാരൻ ലക്ഷ്മണൻ പറഞ്ഞു, നമുക്ക് ഇതിനെന്താ പേടിക്കാനുള്ളത്? വ്യാകുലപ്പെടേണ്ട കാര്യം എന്താ? ഓരോ കരം രണ്ടെണ്ണം ഒന്നിച്ചങ്ങ് വെട്ടിക്കളയണം. തൽക്ഷണം ഛേദിച്ചതോ ദക്ഷിണഭുജൻ രാമൻ. അപ്പോഴെന്ത്? ശ്രീരാമൻ ദക്ഷിണം വലത്തെ കൈയും വെട്ടി. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അത് അപ്പോഴെന്നെ വാമകരം പിന്നെ പിടിച്ച് തിന്നത്തില്ലല്ലോ. രണ്ട് കൈയും അപ്പോഴെ ഒന്നിച്ചങ്ങ് വെട്ടി. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു. രാമ ലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ. അപ്പോഴെന്തോ ഇവന് വിസ്മയം പൂണ്ട്. അവനിത് അതിനായിട്ട് ഒരുങ്ങിയിരിക്കുക. അവനത് അങ്ങനെ വന്നെങ്കിലേ അവന് യഥാർത്ഥമായ ലക്ഷ്യത്തെത്താൻ പറ്റും. അങ്ങനെയാണ് അവൻ്റെ ആ സത്വം. അതുകൊണ്ട് അത് അറിഞ്ഞ് തന്നെ ഭഗവാൻ അത് മനസ്സിലാക്കി തന്നെ അത് സംഭവിക്കും. കാരണം അങ്ങനെയാണല്ലോ ശാപം കിടക്കുന്നത്. അപ്പോൾ വിസ്മയം തോന്നി ഈ സത്വത്തിന്. ലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ, മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരുമുണ്ടായി ഇതിന് കീഴിൽ. ഈ ലോകത്ത്, ഈ ഭുവനത്തിൽ ഈ രണ്ട് കൈകളും ഛേദിക്കാൻ, എൻ്റെ ഈ സത്വത്തിൻ്റെ രണ്ട് കൈകളും ഛേദിക്കാൻ ഒരു ശക്തന്മാരാരും ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല.
അത്ഭുതാകാരന്മാരാ നിങ്ങൾ ആരും, നിങ്ങൾ അത്ഭുതാകാരന്മാർ, നിങ്ങൾ ആരാണെന്ന് ഇദ്ദേഹം ചോദിച്ചു. സൽ പുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നതിൽ ഞാനും നിങ്ങൾ സൽ പുരുഷന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വികൃത രൂപമായിരിക്കുന്ന സത്വം പറഞ്ഞു. ഘോര കാനന പ്രദേശത്തെങ്കിൽ വരുവാനും കാരണം എന്തു, നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഈ കാനനത്തിൽ, ഈ ഘോരമായിരുന്ന കാനനത്തിൽ വരാൻ എന്താ കാരണം? നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ സൽപ്പുമ്മന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഈ സത്വത്തിൻ്റെ അടുക്കൽ ആരും പോകത്തില്ല. കാരണം പിടിച്ചു മെഴുകുന്നതുകൊണ്ട് അത് ഭയന്നിട്ട് എല്ലാവരും അവിടുന്ന് മാറി പോകത്തേ ഉള്ളൂ. ഈ കൈ വെട്ടാനോ അത് അത്രയ്ക്ക് നല്ല പുരുഷന്മാരാണെന്ന് യഥാർത്ഥമാണ് സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറയുക. ഇത്തരം കബന്ധ വാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരവരുൾ ചെയ്തു. ഭഗവാൻ എന്ത് പറഞ്ഞു? കേട്ടാലും ദശരഥന അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. ഇതൊക്കെ അറിയാലോ. ദശരഥന്റെ മകനാണ്, മൂത്ത മകനാണ്. എൻ്റെ പേര് നാമം രാമൻ എന്നാണ്. സോദരൻ ഇവൻ മമ ലക്ഷ്മണൻ എന്ന നാമം. സോദരൻ ഇവൻ മമ ലക്ഷ്മണൻ എന്ന നാമം. സീത എന്നുണ്ട് മമ ഭാര്യയായൊരു നാരി. പോയതു ഞങ്ങൾ നായാട്ടിന് അതു നേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങ് പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. നിന്നെ കണ്ടാൽ ഭയക്കുന്ന വേഷമാണ്. പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടനേൻ കരങ്ങളും. നിന്റെ പാണികൾ കൊണ്ടാണ് നീ എല്ലാവരെയും ഭക്ഷിക്കുന്നത്. തവ വേഷ്ടിതന്മാരായതാൽ അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ കൈ ഞങ്ങൾ ഛേദിച്ചു രണ്ടും. അതാണ് കാരണം. നിന്നെ കണ്ടാൽ ആരാലും ഭയക്കും. ആരടോ വികൃത രൂപം ധരിച്ചൊരു ഭഗവാൻ നീ ചോദിച്ചു, നീ ആരാ? ഈ വികൃത രൂപം ധരിച്ചൊരു താങ്കൾ ആരാണ്? നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടാൻ കബന്ധനും. അവൻ്റെ പേര് കബന്ധൻ എന്നാണ്. നിന്തിരുവടി തന്നെ ശ്രീരാമദേവൻ എങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലാമാർ കാണായി വന്നത് നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം. ഞാൻ ദിവ്യനായ ഗന്ധർവനാണ്. ഇത് യഥാർത്ഥ ശ്രീരാമദേവനാണെങ്കിൽ ഞാൻ ധന്യനായി. കാരണം വരം കൊടുത്തത് അങ്ങനെയാ. നീ ഇത് എപ്പോഴാണ് ശ്രീരാമദേവൻ നിന്റെ രണ്ട് കരങ്ങളും ചേരുന്നത്, അപ്പോൾ നിനക്ക് യഥാർത്ഥമായ ലക്ഷ്യം നിനക്ക് കിട്ടും. ഈ രൂപം മാറും. അതാണ് ഇവിടെ മുനിലമാർ കാണാൻ വന്ന നിമിത്തം ഭഗവാനെ കണ്ടതുകൊണ്ട് ദിവ്യനായ ഇരിപ്പൊരു ഗന്ധർവനഹം. ഞാൻ ദിവ്യനായ ഗന്ധർവനഹം. യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിട്ടും കാലം അവൻ നല്ല യൗവന കാലത്ത് ദർപ്പിതനായ അഹങ്കാരത്തോടെ നടന്ന സമയത്ത് സുന്ദരീ ജന മനോധൈര്യവും ഹരിച്ച് അതിസുന്ദരനായ ഞാൻ ക്രീഡിച്ച് നടക്കുമ്പോൾ, അഹങ്കരിച്ച് നടക്കുമ്പോൾ ഈ സുന്ദരീ ജനം മനോധൈര്യം, ഈ സ്ത്രീകളുടെ സുന്ദരികളായ സ്ത്രീകൾക്കുടെ മനോധൈര്യം എല്ലാം ചോർന്നു പോകും. ഇവൻ്റെ അഹങ്കാരം അന്ന് അങ്ങനെ ആയിരുന്നു. ഭയന്നിട്ട് സുന്ദരികളെല്ലാം ഇവനെ കാണുമ്പോൾ ഭയക്കും. അതാണ് സുന്ദരി ജന മനോധൈര്യവും ഹരിച്ച് ഇല്ലാതാക്കും. ഭയന്നവനെ കണ്ട് അത്രമാത്രം അഹങ്കാരത്തിൽ സഞ്ചരിച്ച് നടക്കുന്ന ഒരു കാലം, യൗവനകാലം. അന്ന് നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. രുഷ്ടനായ മഹാമുനി ശാപവും നൽകിയിടിനാൻ. ആ ശാപമാണ് അഷ്ടാവക്രൻ കോപിഷ്ടനായിട്ട് ശപിച്ചു. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നു. തുഷ്ടനായി പിന്നെ ശാപ അനുഗ്രഹം നൽകി. എന്നിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും തുഷ്ടനായി സന്തോഷിച്ചിട്ട് പിന്നെ ശാപത്തിന് അനുഗ്രഹം കൊടുത്തു. എങ്ങനെ കൊടുത്തു? സാക്ഷാ ശ്രീ നാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായ ത്രേതായുഗേ വന്ന് അവതരിച്ച് നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ. നിന്റെ കൈകൾ ആരാണ്? ത്രേതായുഗത്തിൽ ശ്രീരാമൻ അവതരിച്ചു വരും. അപ്പോൾ നിന്റെ കൈകൾ ബാഹുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടും. അപ്പോൾ ശപിക്കുകയും ചെയ്ത് മോക്ഷവും വരവും കൊടുത്ത്. അപ്പോഴിവിടെ സംഭവിച്ചതാണ് ഭഗവാൻ ശ്രീരാമദേവനാണെങ്കിൽ ധന്യനായി. കാരണം എന്താ, ദിവ്യനായിട്ട് മാറാം, യഥാർത്ഥ രൂപത്തിൽ വരാം. അപ്പോൾ സന്തോഷമായി. താപസ ശാപം കൊണ്ട് രാക്ഷസനായൊരു ഞാൻ താപേന നടന്നിടും കാലം അങ്ങൊരു ദിനം. ഇങ്ങനെ ഈ മുനിയുടെ എന്താ പറയുക, അഷ്ടാവക്രൻ്റെ ശാപം കൊണ്ട് വിഷമിച്ച് രാക്ഷസനായി നടക്കുമ്പോൾ ദുഃഖിച്ച് നടന്നപ്പോൾ എന്ത് വന്നു? ഒരു ദിവസം ശതമന്യുവിനെ പാഞ്ഞടുത്തേൻ അതിരുഷ ശതകോടികൾ തലയർത്തു ശതമകൻ. അപ്പോൾ ശതമന്യുവിനെ ഇന്ദ്രനെ അടുക്കലൊരു രുഷ ദേഷിച്ച് ഓടിച്ചെന്ന വിശക്കത്തില്ലേ? ആരെ കണ്ടാലും ചെന്ന് രാക്ഷസനായ എന്ത് വരും? ആരെ കണ്ടാലും ചെന്ന് പിടിച്ച് തിന്നാൻ നോക്കും. അപ്പോൾ ആരെയാ ചെന്ന് അടുത്തത്? ഇന്ദ്രൻ്റെ അടുക്കലാണ് ചെന്നത്. അപ്പോൾ എന്തോന്ന്? ശതകോടിയെ തലയർത്തു ശതമകൻ. അപ്പോൾ അയാൾ ശതകോടിച്ചാൽ വജ്രായുധം കൊണ്ട് ഈ രാക്ഷസ തലയങ്ങർത്ത്. അതുകൊണ്ട് അയാൾക്ക് തലയില്ലാതെ പോയത്. തലയർത്തു ശതമകൻ ഇന്ദ്രൻ.
വജ്രമേറ്റിട്ട് മമ വന്നില്ല മരണം. അയാൾക്ക് മരണം പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ, അതുകൊണ്ട് അയാൾക്ക് മരണം വന്നില്ല. ഈ വജ്രമേറ്റിട്ടും മമ എനിക്ക് വന്നില്ല മരണം. മരണം അത് അബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ, അതായത് അബ്ജ പുഷ്പത്തിൽ ഇതിന് ആരാ ബ്രഹ്മാവ് എനിക്ക് വരം നന്നായി നടക്കുന്ന വരം കൊണ്ടിട്ട് ഇങ്ങനെ ആരാലും ഇങ്ങനെ മരണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെന്ന് തല പോയിട്ട് അയാൾ മരിച്ചില്ല. അതുകൊണ്ട് അബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ ബദ്ധനല്ലായ മൂലം ഞാൻ മരിക്കാൻ, അതുകൊണ്ട് എനിക്ക് മരണം ഇല്ലാത്തത് കൊണ്ട് വൃത്തിക്ക് ആഹാരത്തിന് വശക്കത്തുമല്ലേ, വയറുണ്ടല്ലോ, മുഖമല്ലേ ഇല്ലാതുള്ളു. അതുകൊണ്ട് വൃത്തിക്ക് മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുഷിയിലാക്കിടുന്ന, അതുകൊണ്ട് എൻ്റെ ഈ തല ഉത്തമാംഗമല്ല ഇവിടെ ആക്കി മമ എൻ്റെ കുഷിയിൽ വയറ്റിലേക്ക് ആക്കി. കാരണം ഇന്ദ്രൻ നോക്കിയപ്പം തല പോയിട്ടും അയാൾ മരിക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് വിശക്കുമെന്നറിയാം ഇന്ദ്രൻ. അതുകൊണ്ട് ഇയാളുടെ തലയൊക്കെ എന്ത് ചെയ്തു, കുഷി വയറ്റിലേക്ക് ഇട്ട്. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം അയാളുടെ പാദവും വക്രവും ഈ മുഖങ്ങളും എല്ലാം കുഷിയിലായപ്പോൾ എന്ത് വന്നു, ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി ഒരു യോജന വീതം നീളമുള്ള വലിയ കാരണം എത്തിപ്പിടിച്ച് കഴിക്കണ്ടേ. എവിടെ നിന്നെങ്കിലും ഒന്ന് പറന്നു പോകുന്ന പക്ഷിയോ എങ്ങനെ കിട്ടണമെങ്കിൽ കണ്ണൊന്നും കാണുന്നില്ലല്ലോ. തപ്പി പിടിക്കുമ്പോൾ അടുത്തൂടെ പോകുമ്പോൾ തപ്പി പറക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആരെ കിട്ടണം പിടിച്ചങ്ങ് തിന്നാൻ നല്ല നീളമുള്ള കൈയും ആക്കി കൊടുത്തു. അവർക്ക് ഇന്ദ്രൻ എന്നും സാധിക്കുമല്ലോ. അതുകൊണ്ട് വക്രപാദങ്ങൾ മമ കുഷ്ഠിയിലായ ശേഷം ഹസ്തയുഗ്മം 2 കരങ്ങളും, ഹസ്തം കൈ, യുഗ്മം 2, ഹസ്തയുഗ്മം ഒരു യോജനായുധങ്ങളാണ് നീട്ടിയും കൊടുത്ത്, ഒരു യോജനമേത് നീളത്തിലും കൊടുത്ത്. അതാണ് ഭഗവാൻ കണ്ടപ്പോഴേ, അയ്യോ ഇവൻ്റെ കയ്യിൽ അകപ്പെട്ട നമ്മളെ അവൻ ഭക്ഷിക്കും, എന്താ ഒരു പോംവഴി. അപ്പോഴാണ് പിന്നെ ഈ ലക്ഷ്മണൻ പറഞ്ഞത് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഛേദിച്ച് കളയാന്ന്. അപ്പം ഛേദിച്ചെങ്കിലേ അവന് മോഷണം കിട്ടൂ. ഇവർ ഭയന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ 2 ഹസ്തയുഗ്മം ഒരു യോജനായുധങ്ങളായി വർത്തിച്ചിടുന്നതിന് അത്ര വൃത്തിക്ക് ശക്രാജ്ഞയ എൻ്റെ വയറ്റിൻ്റെ വിശപ്പിന് വേണ്ടി ശക്രൻ്റെ ഈ ദേവേന്ദ്രൻ്റെ ആജ്ഞപ്രകാരം അങ്ങനെ വന്നു. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ, സത്വം അതായത് എന്ത് ജീവജാലങ്ങളും കൂട്ടം, സത്വസഞ്ചയ ഈ അവന് കഴിക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ, ജീവനുള്ള പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ കിട്ടിയാൽ എന്ത് വരും, മമ ഹസ്തമധ്യസ്ഥമായാൽ അവൻ്റെ 2 കൈയുടെ ഇടയ്ക്ക് വന്നങ്ങ് വരും. അവന് വിശപ്പുകൊണ്ട് ദൈവം അങ്ങനെ കൊടുക്കുമല്ലോ. ആ 2 കൈയുടെ ഇടയ്ക്ക് വന്നാൽ, ഹസ്തമധ്യസ്ഥമായാൽ കൈകളുടെ നടുക്ക് അകത്ത് വന്നാൽ, വക്രേണ ഭക്ഷിച്ച് ഞാൻ വർത്തിച്ചതിൽ ഇത്ര നാളും. അങ്ങനെയാണ് ഞാൻ എല്ലാ ആഹാരങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നാളും ഇങ്ങനെ കഴിഞ്ഞത്. ഉത്തമോത്തമ രഘുനായക ദയാനിധേ. ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്ര നാൾ പോയത്. എൻ്റെ വിശപ്പടക്കാൻ വേണ്ടി എൻ്റെ കൈകൾക്ക് നീളം തന്നു ദേവേന്ദ്രൻ. എൻ്റെ വായു എല്ലാം അങ്ങ് കുഷി വയറ്റിനകത്താണ്. എങ്കിലും എൻ്റെ 2 കൈകൾക്കിടയിൽ വന്ന ഏത് സത്വങ്ങളെ ഏത് ജീവജാലങ്ങളെ ഞാൻ ഇങ്ങനെയാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കെ ചൊല്ലിടുവാൻ. അതായത് എൻ്റെ ഈ കിടക്കുന്ന സത്വത്തിൻ്റെ ആ ദേഹം അത് ജ്വലിപ്പിച്ച് അഗ്നി കൂട്ടി ദഹിപ്പിച്ചാൽ ഞാൻ പിന്നെ ഭാര്യമാർഗം ഒക്കെ ചൊല്ലിടും. കാരണം സീതയെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. സീത എങ്ങനെ എന്താ എന്നുള്ള മാർഗം ആ വഴി ഞാൻ പറഞ്ഞു തരാം. മേദിനി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വായിച്ച കഴിച്ചെന്നല്ല, ഇവിടെ കിടക്കുന്നു. തറ നമ്മുടെ ഭൂമി കുഴിച്ചിട്ടില് ഇന്ധനങ്ങൾ വിറകളൊക്കെ കൂട്ടാറുണ്ട്. മേദിനി കുഴിച്ച് അത് കുഴിച്ച് അതിൽ ഇന്ധനങ്ങൾ വിട്ട് വിറകുകളെല്ലാം ഇട്ട് വീതിഹോത്രം എന്താണ് അഗ്നി വീതിഹോത്രം ജ്വലിപ്പിച്ചത് സൗമിത്രിയും. ലക്ഷ്മണൻ എന്ത് ചെയ്തപ്പോൾ നന്നായി അഗ്നി ഉണ്ടാക്കി ഈ ശരീരം ദഹിപ്പിക്കാൻ. വീതിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രിയും ലക്ഷ്മണൻ. തത്രൈവ കബന്ധ ദേഹം ദഹിപ്പിച്ച നേരം ദേഹത്തിങ്കിൽ നിന്നങ്ങ് ഉത്സ്ഥിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോട് മന്മഥ സുന്ദരനായി, മന്മഥൻ്റെ രൂപത്തോട് അത്ര സുന്ദരനായി സർവഭൂഷണ പരിഭൂഷിതനായി അന്നേരം ആ ദേഹം അങ്ങോട്ട് അഗ്നിയിലോട്ട് വെച്ചപ്പോൾ തന്നെ നല്ല ശോഭയായിട്ട് ദിവ്യ വിഗ്രഹത്തോട് മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായി അന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്രിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം 3 ചെയ്തു കൂപ്പിത്തൊടുത്തു നിന്നു. പിന്നെ മാനിനാം ഗന്ധർവനും ആനന്ദ വിവശനായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്ര ആൾ ദുഃഖദുരിതൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും ഭഗവാൻ അവതരിച്ചു. അവിടെ ചെന്നു 2 കൈകൾ വാർത്തു സുന്ദരനായി മന്മഥന് സമാനമായി കാമദേവൻ അത്ര സുന്ദരനായിട്ട് എല്ലാം കൊണ്ടും ആഭരണങ്ങളോടി
അപ്പോൾ ഭഗവാന് തന്നെ സാഷ്ടാംഗമായി വീണ് നമസ്കാരമൊക്കെ ചെയ്ത് മൂന്ന് വലത്ത് വെച്ച് ഭഗവാൻ തൊഴുത് മാന്യന ഗന്ധർവനും ആനന്ദ വ്യവശനായി. എന്താ അത്ര ദുഃഖിച്ചെങ്കിലും ശാപം മുക്തനായി വന്നു. കോൾമേർക്കൊണ്ട് അപ്പോഴെന്താ ആനന്ദ വിവശനായ കോൾമേർക്കൊണ്ട് ഗൽഗദാക്ഷരവാണികളാം ഭഗവാനെ ഓർത്ത് ഗൽഗതം വന്നു. ഭഗവാന് കാരണം ശ്രീരം ഭഗവാനെ ആക്കെ ആരാ, അദ്ദേഹം രാക്ഷസനായിട്ട് കിടക്കുമ്പോൾ അങ്ങനെ തോന്നത്തില്ല. ഇത് കൈകൾ രണ്ടും അറ്റ് പോയിട്ടെങ്കിലേ അത് ആരെന്നെ ചെയ്യണം, ശ്രീരാമൻ അവതരിച്ച് വരുമ്പോൾ തന്നെ ചെയ്യണത് വരം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഗൽഗദാക്ഷര വാണികളാൽ കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും ഭഗവാന്റെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ ആ ദിവ്യരൂപമായിരിക്കുന്ന ആ കബന്ധൻ നല്ല ദിവ്യനായല്ലോ. അയാൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്ക് വരുന്ന ഗുണഗണങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇത് തനിയെ വരുന്നതല്ല. എല്ലാ ഭാഗ്യങ്ങളും എന്തും നമുക്ക് ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മൾ നന്മ വരുമ്പോൾ ഭഗവാനെ അർപ്പിച്ച് ഇതെല്ലാം തമ്പുരാൻ തന്ന ഭാഗ്യങ്ങളാണ്. ഇത് പറഞ്ഞാലേ നമുക്ക് മേൽഗതി ഉണ്ടാകുകയുള്ളൂ. നമ്മൾ അറിയാതെയും ഭഗവാനെ അത് അർപ്പിച്ച് സ്തുതിക്കാതിരുന്ന് നമുക്ക് പിന്നത്തെ കാലം എങ്ങനെയാ, ഭഗവാൻ വയ്ക്കാൻ ഇവന് കൊടുത്തൊരു ഗുണവുമില്ല, ഒരു നന്ദി പോലും പറയുന്നില്ല എന്ന് ഭഗവാൻ ചിന്തിക്കുകയല്ലേ. അപ്പം നമുക്ക് അതിനിടയ്ക്ക് വെച്ച് വെറുതെ ദുഃഖങ്ങൾ ഉണ്ടാക്കി തരും. അപ്പം എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിലനിന്ന് പോകാം. അതുകൊണ്ട് നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം. നമുക്ക് അന്ധത്വം കൊണ്ടാണ് ഈ മഹാമോഹത്തിൽ കിടന്ന് വലയുന്നത്. ഈ അന്ധകൂപത്തിൽ കിടന്ന് വലയുന്ന മൊത്തം നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. ഈ മനുഷ്യൻ ഈ ദിവ്യരൂപമായിരിക്കും അദ്ദേഹം പറയുന്നു, നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം എപ്പോഴും തോന്നിക്കുന്നു. സന്തതം അന്ധത്വം അറിവില്ലായ്മ കൊണ്ട് എന്തൊരു മഹാമോഹം. അദ്ദേഹം യൗവനകാലത്ത് അഹങ്കരിച്ച ആ മോഹം കൊണ്ടാണ് സ്ത്രീകൾക്കെല്ലാം അവനെ ധൈര്യങ്ങൾ ചോർത്തിക്കളഞ്ഞവനാ. അവൻ്റെ അഹങ്കാരത്തിൽ കഴിയുമ്പോൾ കാണുന്ന സ്ത്രീകളെല്ലാം ഭയന്ന് ധൈര്യം അയ്യോ ഇന്നാര് വരുന്നത്, നമുക്ക് മാറിക്കളണം എന്നൊരു ഭയം ഉണ്ടാവാം. അവരുടെ ധൈര്യമേ ചോർന്നു പോകുന്നു. അതുകൊണ്ട് ഇവൻ തന്നെ മനസ്സിലാക്കിയിട്ട് വരുന്നത്, ഭഗവാനെ നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം. അന്തവും ആദ്യമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്ന് വസിക്കണം. അങ്ങനെയുള്ള പരബ്രഹ്മമായിരുന്ന പരമാത്മാവായ ശ്രീരാമൻ എൻ്റെ അന്തരംഗത്തിൽ തെളിഞ്ഞുണർന്ന് വസിക്കണം. നമ്മളും പറയണം, നമ്മളെ ഉള്ളത്തിൽ ഭഗവാൻ എപ്പോഴും വസിക്കണമേ. അന്തവും ആദിയും ഇല്ലാതൊരു പരബ്രഹ്മ അന്തരാത്മനെ തെളിഞ്ഞ് ഉണർന്ന് വസിക്കണം. അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. നമുക്ക് ആനന്ദം അനുഭവിക്കണം. നമുക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളത്തിലെ അന്ധകാരം നോക്കണം. അജ്ഞാനങ്ങൾ അറിവില്ലായ്മയാകുന്ന കാമവും ക്രോധവും അഹങ്കാരം മോഹങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഭഗവാനെ ഭജിച്ചും ഭക്തിപൂർവ്വം മാത്രമേ അത് ഒഴിഞ്ഞു പോവുള്ളൂ. അത് നമ്മുടെ ഉള്ളത്തിന് പോവുകയുള്ളൂ. അപ്പോഴെന്ത് വരും? അന്ധകാരങ്ങൾ അകന്ന് വരുമ്പോൾ ആനന്ദം ഉണ്ടാകും. ആനന്ദം ഉദിക്കണം. ബന്ധവും അറ്റ് മോക്ഷപ്രാപ്തിയും അരളണം. നമുക്ക് എൻ്റേതെന്നുള്ള എൻ്റേതുള്ള എല്ലാ ഇതൊക്കെ മോഹങ്ങളെല്ലാം അറ്റ് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്തുവരും? മോക്ഷം ഉണ്ടാകും. ബന്ധവും മോക്ഷവും രണ്ടും ഓപ്പോസിറ്റാണ്. ബന്ധനം എന്താണ്? എൻ്റെ എന്നുള്ള മമത ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ ഞാൻ പോകും? ഈ ലോകത്തിലേക്ക് കിടക്കും മോഹം. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മോക്ഷം വേണമെങ്കിൽ എന്ത് വേണം? ബന്ധങ്ങൾ അറ്റുപോകണം. ഇതെല്ലാം ത്യജിക്കണം. എന്നാലേ നമുക്ക് മോക്ഷം കിട്ടും. മോക്ഷം വെറുതെ വരുന്നതല്ല. നമ്മൾ ഇതിൽ നിന്നെല്ലാം വിരമിച്ചെങ്കിലേ മോക്ഷം കിട്ടും. അതുകൊണ്ട് ബന്ധവും അറ്റ് മോക്ഷപ്രാപ്തിയും അരവണം. അവ്യക്തത അതിസൂക്ഷ്മമായ ഭവന രൂപം സുവ്യക്തത ഭാവേന ദേഹദ്വയ വിലക്ഷണം. സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിൽ നിന്ന് ഭിന്നമായതാണ്. ദൃഗ്രൂപം ഏകം അന്യൽ സകലം ദൃശ്യം ജഡം. ദൃഗ്രൂപം ഏകം അന്യൽ സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യ അനാത്മകം ആകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ഇങ്ങനെ അറിവില്ലാത്തൊരു അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു ഭഗവാന്റെ ഈ കാര്യങ്ങൾ? ആ ഈശ്വരൻ്റെ നമ്മുടെ ഉള്ളത്തിൽ എന്തെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ പരമാത്മനെ ഇരുത്താൻ പറ്റുമോ? അജ്ഞാനികൾക്ക് എങ്ങനെ അറിയുന്നു? ഒരു കാര്യത്തിലും അവർക്ക് അറിവില്ലായ്മയാണ്. അതുകൊണ്ട് മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്ക് ഉള്ള ഐക്യമായത് ജീവൻ. എല്ലാ ബുദ്ധി ആത്മാഭാസങ്ങൾക്കുള്ളൊരു ഐക്യമായത് ജീവൻ. ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മം എന്നത് നൂനം. ഈ സാക്ഷിഭൂതം സർവ്വഭൂതങ്ങളിലും സാക്ഷിയായി നിൽക്കുന്ന ആ ബ്രഹ്മമാണ്. അതിൽ ആ ജീവനാണ്. അപ്പം അത് എല്ലാവരും ഒന്നായിട്ട് കാണുമ്പോൾ ഐക്യമാണ്. അത് ഐക്യമാണ്. കാരണം എല്ലാം ഒന്നാണ്.
അതാരാ തിരിച്ചറിയുന്നത്? അജ്ഞാനികൾ എങ്ങനെ തിരിച്ചറിയും? അജ്ഞാനം അല്ലാത്ത അറിവുള്ള വിദ്വാൻമാർക്ക് ഇത് മനസ്സിലാവൂ. അതുകൊണ്ട് ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷി ഭൂതം ബ്രഹ്മം എന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ. ലോകം അജ്ഞാന മോഹവശാൽ ആരോപിക്കപ്പെട്ടത് തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവന വിഷമായോന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം എന്താണ്? വിരാട് പുരുഷനാണ്. 14 ലോകം ഭഗവാന്റെ അവയവങ്ങളാണ്. അപ്പം സർവവും പരമാത്മാവല്ല, മറ്റൊന്നുമില്ല. എവിടെയും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ അവയവങ്ങളാണ് ഈ ലോകം മൊത്തവും. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും, അത് കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്നതും വരാനിരിക്കുന്നതും ഹേതുന മഹത്തത്വാദ്യാവൃത സ്ഥൂല ദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നെ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർശ്വകൾ മഹാതലം നാഥാതേ ഉത്ഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലം അതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോ ഉര. അതായത് ഓരോ നമ്മുടെ ഭഗവാന്റെ നമ്മുടെയൊക്കെ ഈ ദേഹത്തിൻ്റെ അവയവങ്ങളുടെ പേരുകൾ ഇതെല്ലാം. ഇത് പറഞ്ഞാൽ ഇന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ഭഗവാൻ പാദം ഊരുക്കൾ തുടകൾ അരക്കെട്ട് ഇങ്ങനെയെല്ലാം ഈ 14 ത്രിലോകങ്ങൾ, അങ്ങനെ 3 ലോകമൊന്നും പറയാം. അത് തന്നെയാണ് 14 ലോകമൊന്നും പറയുന്നത്. ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് തിങ്ങിയിരിക്കുന്നതാണ് വിരാട് പുരുഷൻ. ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോ ഉരസ്ഥലമായത് സുരലോകം. ഉരസ്ഥലം വെച്ചാൽ ഈ എന്തോ കാലിൻ്റെയൊക്കെ എന്തൊക്കെ ഭാഗങ്ങളാണ്. കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം. തുണ്ടമായത് ജനലോകമെന്നത് നൂനം. അത് മുഖം ആണ് തുണ്ടമായത്. കണ്ഠം അറിയാം കഴുത്താണെന്ന്. രഘുനാഥോ ഉരസ്ഥലം എന്ന് പറയുന്നത് ഈ അരക്കെട്ടിൻ്റെ തുടയുടെ ഏതോ ഭാഗങ്ങളെങ്ങാണ്ടാണോ, എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അതായത് ഇത് കുറച്ച് കിടപ്പുണ്ട്, അർത്ഥം പറഞ്ഞാൽ സമയം പോകും മക്കളെ. അതായത് കുതികാലെന്നും നരിയാണിന്നും കാൽമുട്ടുകൾ തുടക്കാമ്പുകൾ അരക്കെട്ട് മുഖം ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് അത് ഓരോ മുടി വരെ ഉണ്ട്. ശംഖദേശം നെറ്റി തേ തപോലോകം അങ്ങ് അതിന് മീതേ പങ്കജ യോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം ദേ പുരുഷോത്തമ ജഗൽ പ്രഭു. ഉത്തമങ്ങൾ ശിരസാണ്. സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും മേഘക്കൂട്ടങ്ങൾ ജാലങ്ങൾ കൂട്ടം മേഘക്കൂട്ടം ഭഗവാന്റെ കേശമുടികൾ. ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ കൈകൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വകൾ നാസികയും ചെവി. ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. നാസിക മൂക്കാണ്, കർണം ചെവിയാണ്. വക്രമായത് വന്യ നേത്രം ആദിത്യൻ തന്നെ. ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം. ബുദ്ധി വാക്പതിയല്ലോ. കോപകാരണം അഹങ്കാരമായത് രുദ്രൻ. വാക്ക് എല്ലാം ഛന്ദസ്സുകൾ. ദംഷ്ടകൾ യമനല്ലോ. നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ. ഹാസമായത് മോഹകാരിണി മഹാമായ. വാസന സൃഷ്ടിസ്ഥിതാപാംഗ മോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുഷ്യദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യ ഔഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തൃഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായിരുന്നവ രേതസെന്നറിയണം. പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം, സ്ഥൂലമായുള്ള വലിയ ആകാരം, സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ട മുക്തി. ആരാണിതിങ്ങനെ പാതാതി കേശാന്തം ഇങ്ങനെ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ട് എന്താ മുക്തി. ഇങ്ങനെ ധ്യാനിക്കണം. ഇതല്ല അതിന് അറിവുള്ളവർ പറഞ്ഞത് ഭഗവാന്റെ രൂപം പാർന്നിട്ട് കേശം മുടിവരെയും നമ്മൾ കണ്ട് മനക്കണ്ണോണ്ട് കണ്ട് ധ്യാനിക്കണം. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു. അപ്പോൾ എന്താ, ത്രിലോകം നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ഓരോ അവയവത്തിലും അങ്ങനെ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലാത്തതായി, ഭഗവാന്റെ അംശം അല്ലാത്തതായി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവോട്ട് ഒരു പുൽക്കൊടി വരെ
ഈശ്വരൻ്റെ അംശമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ അറിഞ്ഞ ഹൈന്ദവർക്ക് മാത്രമേ ഇതിൻ്റെ പൊരുൾ അറിവുള്ളവർ. എല്ലാവർക്കും ഇത് ഇത്രയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് ഇതൊക്കെ വായിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിൻ തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു, ഒരല്പം പോലും ഭഗവാനല്ലാത്ത യാതൊന്നും ഇവിടെ ഇല്ല. സന്തതം ഈ ദൃഗ്രൂപം ചിന്തിച്ച് വണങ്ങുന്ന എപ്പോഴും ഈ ഒരു രൂപം നമ്മൾ ചിന്തിച്ച് വണങ്ങുന്നതിന് ആരാ ഇത് പ്രാർത്ഥിക്കുന്നേ? ഈ ദിവ്യ രൂപമായി മാറിയ കബന്ധൻ രാക്ഷസൻ. ഇക്കാലം അതിനേക്കാളും അതാണ് ഈ സമയത്ത് അതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിത് കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. അപ്പോഴെന്താ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഇദ്ദേഹം പറയുന്നു അതിനേക്കാളും മുഖ്യമായിരിപ്പോന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീരാമനെ ഈ രൂപം എപ്പോഴും തോന്നിയിടണം. എന്നിട്ടോ താപസ വേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിപന്യന്തം ജാനകീ സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായി അഹം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. അർക്കവംശത്തിൽ ഉത്ഭവിച്ചാണ് ഭാനു. അർക്കൻ സൂര്യൻ വംശോൽ ഉത്ഭൂതനായി ആരാ? അതായത് അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ സൂര്യവംശത്തിനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഉത്ഭവിച്ച ഈ ഭഗവാൻ ശ്രീരാമൻ, അങ്ങനെയുള്ള ഭഗവാനെ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്ദ്രവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശിയാം. എന്താ ഈ കാശിയാം? കാശിയിൽ നിന്നല്ല മക്കളെ, ഇത് നമ്മുടെ ഉള്ളത്തിരിക്കുന്ന കാശിയാണ്. ഇത് അറിയാത്തവരായിരിക്കും ഭഗവാനെ ധ്യാനിച്ച് നമ്മൾ കാശി പോകണമെന്ന്. ഈ രാമായണമൊക്കെ വായിച്ചിട്ടൊക്കെ കാശിയിലേക്ക് പോകുന്നത് അതുകൊണ്ടായിരിക്കാം. അത് ഈ ലോകത്തിലൊരു കാശിയാണ്, ഈ പ്രപഞ്ചത്തിലുള്ളൊരു കാശിയാണ്. ഈ ഗാത്രമാകുന്ന ഈ വൃക്ഷമാകുന്ന നമ്മുടെ ഉള്ളത്തിരുന്ന കാശിയെ കാണാത്തവർക്ക് അവിടെ പോയേ പറ്റൂ. അവിടെ പോയി അല്പം ആശ്വാസം. അല്ലാത്തവർ എന്ത് വേണം? നമ്മളിലൊരു കാശിയുണ്ട്, ആ കാശി കണ്ടുപിടിക്കുക. അതാണ് നിന്ദ്രവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശിയാം സന്തതം ഇരുന്നാലുള്ള മുക്ത്യർത്ഥമായി. അതാരാ? ഈ മുക്തന്മാർ. അതാ നമ്മുടെ ഉള്ളത്തിലെ കാശിയിലാണ് കാണുന്നത്. നമ്മുടെ പരമാത്മാവ് എവിടെ വസിക്കുന്നേ? ആ സഹസ്രാര പത്മത്തിൽ അവിടെ എത്തിപ്പിടിക്കുക. അതാ നമ്മുടെ കാശി. ആ കാശി കെട്ടുന്നത് മറ്റേ കാശി എന്നൊരു കാശിയല്ല. ഇതിനെ അറിയാത്തവർ അവിടേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. നിന്ദ്രവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശിയാം സന്തതം അരുളിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. അപ്പം മനസ്സിലാക്കണം, മുക്തന്മാരെവിടാ കാശി? അവനവൻ്റെ ഉള്ളിലെ കാശ് കിട്ടാത്തവർക്ക് ഒരു നാളും മുക്തനാവുകയില്ല. ഒരു കാശിൽ പോയിട്ട് ഒരു കാര്യമില്ല. മുക്തനാവണമെങ്കിൽ നമ്മൾ ലയിക്കണം. നമ്മൾ പരമാത്മാവിൽ ലയം പ്രാപിക്കണം, വിലയം പ്രാപിക്കണം, ഒന്നായി ചേരണം. അത് എവിടെ പോലും കിട്ടത്തില്ലല്ലോ. നമ്മൾ തന്നെ അധ്വാനിച്ചെങ്കിലേ നമ്മുടെ കാശി എത്തിപ്പിടിച്ച് ഈശ്വരനും നമ്മളിരിക്കുന്ന ജീവാത്മാവ് അല്പമേ ഉള്ളൂ. ആ ജീവാത്മാവും യഥാർത്ഥമായ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം ചെന്ന് അടിയുന്നവർ നമ്മൾ ആ പരബ്രഹ്മത്തിൽ ലയം പ്രാപിക്കുക, രമിക്കുക. അപ്പോഴാണ് നമുക്ക് കാശിയായിട്ടുള്ള ഒരു ബന്ധം വരുന്നത്. അതുകൊണ്ട് ഇത് തത്രവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്ന സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായത് അറിഞ്ഞു വഴി പോലെ. അപ്പോൾ പരമേശ്വരൻ ആണെന്ന് അറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? ഈ ഒരു തത്വം രാമായണം ഒന്ന് കാണുകയോ, ഞാനും അങ്ങനെ ആയിരുന്നു മക്കളെ. ഇത് തന്നെയാണ് ഭാഗവതം. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട്, പക്ഷെ ഇത് ഇന്ന തന്നെ വായിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇത് കിട്ടുമ്പോൾ ഇതും കൊള്ളാം. എല്ലാത്തിലും ഉണ്ടല്ലോ സത്ത്. പല പല പുഷ്പങ്ങളാണ്, പക്ഷേ നമുക്ക് തേൻ എല്ലാത്തിലും ഉണ്ടെങ്കിൽ അത് രുചിയാണല്ലോ. തേൻ കുടിക്കാത്തവരാരാ ഉള്ളേ? ഞാൻ പക്ഷേ തേനീച്ച ഉണ്ടാകുന്ന തേൻ കുടിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു പുഷ്പത്തേക്ക് തേൻ ആരും കുടിക്കാതിരിക്കത്തില്ലല്ലോ. എനിക്ക് തേനീച്ച എടുത്തുകൊണ്ട് പോയിക്കുന്ന തേൻ ഞാൻ കഴിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒന്നും എനിക്കിഷ്ടമില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തു പറയുന്നു? ഈ ഒരു തത്വം മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? അറിവില്ലാത്ത അജ്ഞാനികൾ ഇതിനെപ്പറ്റി അറിയുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് അറിവില്ലാത്തവർ ഇടയ്ക്ക് പോകുന്നത്. അമ്പലങ്ങളും തീർത്ഥാടനമൊക്കെ നല്ലതാണ്, അതെല്ലാം ഭക്തന്മാർക്ക് ആവശ്യമാണ്. അവിടെ നിന്ന് ഇതൊക്കെ കണ്ടും ഭക്തി വർദ്ധിക്കും, ഭക്തന്മാരോടുള്ള സജ്ജന സംസർഗം ഉണ്ടാകും, അവിടെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടറിയണം. ഉള്ളത്തിലെ തൃക്കൺ പാർക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിലൊരു മൂന്നാം കണ്ണ് തുറക്കണ്ടേ? അപ്പോഴേ നമുക്ക് കാശി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ധ്യാനം, ഈ രാമ എന്നുള്ള പ്രാർത്ഥന വേണം. അതുകൊണ്ട് മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ. എന്താ
മൂടിപ്പൊതിച്ച് വെച്ചേക്കുക. അതായത് സ്വർണം എന്തെങ്കിലും അഴുക്കൊണ്ട് ഇങ്ങനെ മൂടി മൂടി ഇരിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൽ അഴുക്കുകൾ കാമക്രോധങ്ങൾ വരെ മൂടി ഇരിക്കുകയാണ്. എല്ലാവരും എവിടെ ചെല്ലുമ്പോൾ എന്തോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നമ്മളും കയറി പോകുന്നു. കാശിൽ പോകണം, അമ്മക്കും പോകാം. വൃന്ദാവനത്തിൽ പോകണം, അവിടെ പോകാം. ഗുരുവായൂർ പോകണം, അവിടെ, ഇങ്ങനെ എല്ലായിടും പോകും. പക്ഷേ മൂടി പൊതിച്ചിരിക്കുന്ന ഈ അഴുക്കിനെ മാറ്റാൻ നമുക്ക് എന്താണ് ധ്യാനത്തിൽ കൂടിയും സജ്ജന സംസർഗത്തിൽ കൂടിയും അറിവ് നേടുമ്പോഴേ നമ്മുടെ ഉള്ളിലെ അജ്ഞാനം മാറുകയുള്ളൂ. അത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മൂഢന്മാർ. എന്താ മൂഢന്മാർ? ഇത് അറിയാത്തത് കൊണ്ട്, ഇതിനെ ഇങ്ങനെ നമ്മുടെ ഉള്ളത്തിലെ തെളിവില്ലായ്മ കൊണ്ട് സ്വർണത്തിനെ മൂടിപ്പൊതി വെച്ചേക്കുക. സത്തായിരിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ സ്വർണത്തിലെ തിളക്കം ഇല്ലാതിരിക്കുന്നത് നമ്മുടെ ഉള്ളത്തിലുണ്ട്. പക്ഷെ അത് അഴുക്ക് കയറി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രകാശമില്ലാത്തത്. അവർ മൂഢന്മാർ തത്വം എങ്ങനെ അറിയുന്നു? മൂടി പോകയാൽ മഹാമായ മോഹ അന്ധകാരേ. എന്താ അന്ധകാരത്തിൽ മഹാമായ ഭഗവാന്റെ തന്നെ ഈ മായ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മൂടിപ്പോകുന്ന മോഹം കൊണ്ട് എനിക്കിത് പോരാ, അതുപോരാ, ഇതാണ് നമ്മുടെ എല്ലാം. എന്താ, എനിക്ക് ഇന്നടത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം ചിന്ത മാത്രമല്ല. കുറേ കാശ് ചിലവാക്കാൻ പോകുക. അവിടെ പോയി എന്താ കിട്ടുക? അവിടെയൊക്കെ പോയി കുറേ കടയിൽ കയറി കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് ലോകമൊക്കെ ചുറ്റിക്കറങ്ങി ആഗ്രഹം സാധിച്ച് പോരും. വല്ലതും കിട്ടിയെന്ന് പറഞ്ഞിട്ട് കിട്ടുമോ? ഒരു ഭക്തനാണെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ കുറേ ധ്യാനിച്ചും അവിടെ എല്ലാ ഭക്തന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞും എന്താ ഈശ്വരവചനങ്ങൾ പറഞ്ഞും കേട്ടും അത് നല്ലതാണ്. അങ്ങനെ പോകാനാണ് ഒരു ദിവസം ഒരു വണ്ടി കയറുക, പിറ്റേന്ന് കറങ്ങി അടിച്ച് പോരുക. അവിടെ എന്ത് ധ്യാനം ഇരിക്കുന്നത്? കാഴ്ചയ്ക്ക് പോണ്, അല്ലാതെ എന്താണ്? അപ്പോഴത്തേക്കൊരു ആനന്ദം, അതൊരു ആനന്ദമാണോ? ഈ ആനന്ദം ആ ആനന്ദം രണ്ടാ. അകത്ത് തെളിഞ്ഞ് പ്രകാശത്തിൽ ഉദിക്കുന്ന പ്രത്യേകമായൊരു അനുഭൂതി ഉണ്ടാകുന്ന ആനന്ദവും ഏത് കാശിയിൽ പോയാലും ആ ആനന്ദമാണ്. അത് സന്തോഷം എന്നേ പറയാൻ പറ്റും. അവിടെ ഉള്ളത്തിൽ വരുന്ന ആനന്ദം ഇതോടെ രണ്ട് തന്നെയാണ്. അതുകൊണ്ട് മൂടിപ്പോകാൻ എന്താണ്? മഹാമായ മോഹ അന്ധകാരേ. ഈ അന്ധകാരം മാറിയാൽ നമുക്ക് ഉള്ളം അനുഭൂതി അറിയാൻ പറ്റുള്ളൂ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. എന്താ അതാണ് വേണ്ടത്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ എന്താ അഴുക്ക് മാറിപ്പോവും. രാമഭദ്രായ പരമാത്മനേ നമോ നമോ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്രയും അറിഞ്ഞവൻ പിന്നും പുറകോട്ട് പോകാതിരിക്കാൻ എന്താ പുറകോട്ട് ഈ ലോകപ്രപഞ്ചത്തിലെ മായ ഇനി എന്നെ പിടിക്കരുതേ. അതുകൊണ്ട് ഈ മഹാമായ എന്നെ മോഹിപ്പിക്കല്ലേ, എനിക്ക് മോഹം വർദ്ധിക്കല്ലേ. കിട്ടിയ പരമാത്മ ആനന്ദ ചൈതന്യം ഉള്ളിൽ നിന്ന് പോകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്തുവരും? ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും കാഴ്ച കാണാനൊക്കെ വിളിച്ചാൽ ഇതെല്ലാം കാണാം, എനിക്കും വരണം, അവിടെ പോയി ഇന്നത് വീണ്ടും പുറകോട്ട് പോകും. നമ്മൾ എന്തെങ്കിലും കാണാത്തത് കാണാൻ പോകണമെന്നൊക്കെ തോന്നിപ്പോവും. അതാണ് നമ്മളെ മായ കൊണ്ട് ചുറ്റിപ്പറ്റി കൊണ്ടുപോക്കളയും. എങ്ങനെയാ? ഒരാൾ പറയുന്നത് ഇയാൾ ഇതൊക്കെ വാടേ ഇവിടെയൊക്കെ ഒന്ന് ഭജിക്കുകയല്ല, നമുക്ക് അതൊക്കെ കാണാം. ഉടനെ നമ്മൾ അതിലേക്ക് അങ്ങ് ചാടും, മനസ്സങ്ങ് പോകും. അതാണ് മായ ചുറ്റിപ്പറ്റി നിന്ന് നമ്മളെ വഹിച്ചുകൊണ്ട് പോകുക. അതിവിടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇനി മഹാമായ മോഹിപ്പിക്കല്ലേ, എന്നെ തിരിപ്പിച്ചു കൊണ്ട് പോകല്ലേ, എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണം, എനിക്ക് കാശി കാണണം, എനിക്ക് പരബ്രഹ്മത്തെ അറിയണം, എനിക്ക് അനുഭൂതി അനുഭവിക്കണം, അത് എന്നിലിരിക്കുന്ന കാശിയെ എനിക്ക് കണ്ടെത്തണം എന്ന് നമ്മൾ തയ്യാറാണ്. ഒരു വൈരാഗ്യം, ഈ ലോക ചിന്തയിലേക്ക് പോകാതിരിക്കാൻ ഒരു വൈരാഗ്യം നമുക്ക് വേണം. അങ്ങനെ ഉള്ളവർക്കേ ഇത് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മായ നമ്മളെ വലച്ചോണ്ട് പോകും. നമുക്ക് അതിന് പറ്റിയ കുറേ ആൾക്കാരെയും കിട്ടും, കൂട്ടുകാരെ. അവർ പറഞ്ഞിട്ട് നമ്മൾ ആ മനസ്സ് അങ്ങോട്ടങ്ങ് പോകും. എന്താ? ഇന്ദ്രിയങ്ങളെ അടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അംബുജ വിലോചന സന്തതം നമസ്കാരം. യുദ്ധമർത്ഥിച്ചു ഭക്തിയാ സ്തുതിച്ച് ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേ തവ സ്തുത്യ നിശ്ചല ഭക്തിയാ ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും. അപ്പോൾ പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ച ഭഗവാൻ എന്താ പറഞ്ഞത്? യുദ്ധമർത്ഥിച്ചു ഭക്തിയാ സ്തുതിച്ചത് കൊണ്ട് ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവൻ പറഞ്ഞു, അരുൾ ചെയ്തു. സന്തുഷ്ടനായേ ഭഗവാനെ നമുക്ക് സന്തുഷ്ടനാക്കണം. നമുക്ക് സന്തോഷനാക്കാൻ എന്താ മാർഗം? നമ്മൾ ഭഗവാനെ സ്തുതിക്കുക, ആരാധിക്കുക, പുകഴ്ത്തുക, വാഴ്ത്തുക. നമുക്ക് മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മൾ അങ്ങനെ ചെയ്ത് ഭഗവാന്റെ ഗീതങ്ങളൊക്കെ നാമങ്ങളോ ചൊല്ലി ഭഗവാനെ ഇതൊക്കെ പറഞ്ഞും വായിച്ചും ഗൽഗതം നല്ല നല്ല ഭക്തിയും വർദ്ധിച്ചും ഗൽഗതമൊക്കെ ഉണ്ടാകും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഇങ്ങനെ വരും ഭഗവാൻ സന്തുഷ്ടനാവും.
ഭഗവാനെ സന്തുഷ്ടനാക്കിയാൽ പിന്നെ എന്താണ് വരുന്നത്? എന്തുവരും? ഭഗവാൻ പൽപദം പ്രാപിക്കാം, ഭഗവാന്റെ പദം നമുക്ക് അസാരൂപ്യം പ്രാപിക്കാം. അതുകൊണ്ട് ഭഗവാൻ സന്തുഷ്ടനായി. ഇത്രയും സ്തുതിച്ചപ്പോഴാണ് സന്തുഷ്ടനായേന്തവ സ്തുത്യ നിശ്ചല ഭക്തിയാ ഗന്ധർവ ശ്രേഷ്ഠ. ഭവാൻ മൽപദം പ്രാപിച്ചാലും താങ്കൾ ഭവാൻ എന്താ ഈ കബന്ധന്റെ ദിവ്യരൂപനായിരിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എൻ്റെ പദം മൽപദം പ്രാപിച്ചാലും സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കുക നീ മൽപ്രസാദത്താലടോ. ഭഗവാന്റെ പ്രസാദം വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആ സ്ഥാനമേ ഭഗവാന്റെ ആ എവിടെ ഭഗവാൻ വസിക്കുന്നത്, വിഷ്ണു ലോകത്താണോ വൈകുണ്ഠത്താണോ എവിടെ വെച്ചാൽ അവിടേക്ക് ആ മൂലത്തിൽ നമുക്ക് ചെല്ലാം. യോഗീന്ദ്ര ഗമ്യം പരമാനന്ദം പ്രാപിക്കുക നീ മൽപ്രസാദത്താലടോ. എൻ്റെ പ്രസാദത്താൽ ഭഗവാന്റെ പ്രസാദത്താൽ നീ അവിടേക്ക് ചെല്ലൂ. അവിടെ തന്നെ നിനക്ക് യോഗീന്ദ്ര ഗമ്യം. അത്രയുമല്ല, പുനരൊന്ന് അനുഗ്രഹിപ്പൻ. അതുമാത്രമല്ല, പുനരൊന്ന് അനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം, അതായത് ഭഗവാൻ പറഞ്ഞത് ഈ സ്തോത്രം, ഇപ്പോൾ ഈ ചൊല്ലിയ സ്തോത്രം എന്താ, നമ്മളിപ്പം പിന്നെ സർവജ്ഞൻ മഹേശൻ ഈശ്വരൻ മഹാദേവൻ എന്ന് കുറേ നാമം സ്തുതിച്ചല്ലോ ഈ ദിവ്യനായിരിക്കുന്ന അദ്ദേഹം. അപ്പോൾ ഈ സ്തോത്രം ഭക്തിയായി ജപിച്ചിരുന്ന ജനങ്ങൾ. അപ്പം നിങ്ങൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ജപിക്കുക. കുറച്ച് ദിവസം ജപിച്ചാൽ നമുക്കത് വാക്കുകൾക്ക് ഓട്ടം കിട്ടും. പിന്നെ നമുക്ക് ഭക്തിയായിട്ട് ജപിക്കാം. എനിക്കിപ്പോൾ അത് പറ്റത്തില്ല, ഞാനിതിങ്ങനെ ശീലിച്ചിട്ടില്ല. ഇതിപ്പം മക്കൾക്ക് ഇങ്ങനെ വായിച്ച് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് നിത്യേന എടുക്കാറില്ല. എടുത്താൽ എനിക്കും 2 ദിവസം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് ഭക്തിയോട് പ്രാർത്ഥന, നമുക്ക് അല്ലാതെ വേറെ കുറേ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എനിക്കിപ്പം ഇത് വേണമെന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. അങ്ങനെ വേറെ ഭാഗവത കീർത്തനങ്ങളൊക്കെ അതും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇത് രാമായണം വായിച്ചുകൊണ്ട് ഇങ്ങനെ അത് ഭാഗവതവും അത് തന്നെ. നമുക്ക് എല്ലാം ചൊല്ലണമെങ്കിൽ എല്ലാം ചൊല്ലാം, ഏതായാലും മതി. അപ്പോൾ എന്ത് പറയുന്നു? അത്രയുമല്ല, പുനരൊന്ന് അനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും. ഇവിടെ ഈ ദിവ്യനായിരിക്കുന്ന ആൾക്ക് മാത്രമല്ല, ആരാണോ ഭഗവാനെ ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾ മുക്തി സംഭവിച്ചിടുമില്ല സംശയമേ, ഒരു സംശയവും ഇല്ല. അങ്ങനെയുള്ള 7 ജനങ്ങളായാലും അവർക്കും കിട്ടും. ഭക്തനാം നിനക്ക് അധപ്പതനം ഇനി വരത്തില്ല. നിനക്ക് നീ ഭക്തനാണ്, നിനക്കിനി താഴേക്കൊരു പോക്കില്ല. നിന്നെ ഒരു മഹാമായയും നിന്നെ വലിക്കത്തില്ല, നിന്നെ വലിച്ചുകൊണ്ട് പോകത്തില്ല. നീ ഒരു മായയിലും വീഴത്തില്ല, ആകപ്പെടത്തില്ല. നിനക്കിന് അധപ്പതനം ഉണ്ടാകയില്ല, അതിന് വരത്തില്ല. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവ ശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാമാറ് കാണാം മാതങ്കാശ്രമം. അത് ഭഗവാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇതിന് എന്നെ അഗ്നിയിൽ ജ്വലിപ്പിച്ചാൽ ഞാൻ സീത എവിടേക്കാണ് എന്നുള്ള അതിൻ്റെ മാർഗം പറഞ്ഞു തരാം. അതുകൊണ്ട് പറയുന്നു, മുമ്പിലോട്ട് ചെല്ലുമ്പോൾ മുമ്പിലാമാറ് കാണാം മതങ്കാശ്രമം തത്ര സമൃദ്ധി വസിക്കുന്നു ശബരി തപസ്സിനി തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെ ധ്യാനിച്ച് വിമുക്തയായി. അവര് എല്ലാം മറികടന്നിരിക്കുക, എല്ലാത്തിനും മുക്തയായിരിക്കുക ശബരി. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭജിച്ചിരിക്കുന്നു, പവിത്രയാണ്, എപ്പോഴും ഭഗവാൻ തന്നെ ധ്യാനിച്ച് വിമുക്തയായി. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും. അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. അതുകൊണ്ട് അവനീ സുത, ഈ ഭൂമിപുത്രിയ സീതയെ ലഭിക്കും. അതുകൊണ്ട് അവിടെ പോയി ശബരി മുന്നോട്ട് ചെല്ലുമ്പോൾ മതങ്കാശ്രമമുണ്ട്, അവിടെ വസിക്കുന്നു ശബരി, തപസ്സിനിയാണ്. അവർ ഭക്തിയാ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെന്ന് കാണുമ്പോൾ അവനീ സുതയെ, അത് ഭൂമി പുത്രിയെ എവിടാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും, ലഭിക്കും. അപ്പോൾ ഇനി അവർ ശബരിയാശ്രമത്തിലേക്ക് പോവുകയാണ്. ഒത്തിരി ഉണ്ടിനി വായിക്കാൻ. ഗന്ധർവനീപം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു ലക്ഷ്മണന്മാരും ഘോരമാ വനത്തോടെ മന്ദമന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബരിയാശ്രമം അകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്രിയ സംവദിച്ചതു പാദാംഭോരുക യുഗ്മത്തിങ്കൽ യുഗ്മം 2 പാദത്തിലും ഭക്തിയ അവർ വണങ്ങി. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഭഗവാനെ കണ്ടപ്പോൾ അവർ വണങ്ങി. ശബരി സന്തോഷപൂർണ്ണ അശ്രു നേത്രങ്ങളോട് അവളും ആ ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാർഘ്യ ആസനാദികളാലെ പൂജിച്ചു. തൽപാദ തീർത്ഥ അഭിഷേകവും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയതിനാൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും
അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ, ധന്യയായി വന്നേൻ അഹം ഇന്നു പുണ്യ അതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടു വാണാർ. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാർ അവர்களுം. എന്നോട് ചെന്നാർ അവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻപുരുഷൻ പരമാത്മാ വന്ന് അവതരിച്ചിതു. രാക്ഷസവധാർത്ഥമായി ശ്രീരം വരും രാവണനെ വധിക്കാൻ. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിൽ വന്നിരിക്കുന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി രാവണനെ വധിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ചിത്രകൂടത്തിൽ. വന്നിടും ഇവിടേക്കു രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ അതുവരെ ഇവിടെ ഇരിക്കണം. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഈ ശബരിയെടുത്ത് ഇവിടെ ഇരിക്കണം. ഭഗവാൻ വരും, വന്നിടും. എന്നാൽ മോക്ഷം നിനക്ക് എന്ന് നൂനം. ഭഗവാൻ വരുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. വന്നത് ഔവണ്ണം ഗുരുഭാഷിതം സത്യം. അപ്പം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത് സത്യമല്ലേ? ഇപ്പം ഭഗവാൻ എന്നെ കണ്ടില്ലേ? ശബരി പറയുന്നു. എനിക്ക് ആ സത്യമായി വന്നില്ലേ? ശ്രീരാമനെ കാണാൻ ഒത്തല്ലോ. നിൻ തിരുവടിയുടെ വരവും പാർത്ത് നിൻ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ. ഗുരുഭൂതന്മാരാൻ താപസന്മാർക്ക് പോലും യോഗം വന്നില്ലല്ലോ. എൻ്റെ ഗുരുക്കന്മാർക്ക് പോലും എനിക്ക് ഈ യോഗം അവർക്ക് വന്നില്ലല്ലോ. എനിക്കത് സാധിച്ചല്ലോ. ഭഗവാനും ലക്ഷ്മണനൊക്കെ കാണാൻ എനിക്ക് പറ്റിയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള ഇതിനെ ഒട്ട് അധികാരിണിയല്ലേലോ. അറിവില്ലാത്തവളാണ് ഞാനേ. ഹീനജാതിയാണ് ഞാൻ, മൂഢനാണ്. എന്നുവെച്ചാൽ എനിക്കൊന്നും അറിവില്ലാത്തവളാണ്, അങ്ങനെയുള്ള എനിക്ക് ഇത് കിട്ടാനുള്ള അധികാരണി അല്ലല്ലോ. ഇങ്ങനെ ഭഗവാനെ മുൻപിൽ പ്രത്യക്ഷമായി കാണാനുള്ള ഒരു അവകാശം എനിക്കില്ല. എനിക്ക് അറിവില്ലാത്തവളാണ്, എനിക്ക് ജ്ഞാനമില്ലാത്തവളാണ്, ഞാൻ ഹീനജാതിയിലുള്ളതാണ്. പക്ഷേ എന്താ, അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ കിട്ടും വരുമെന്ന്. അതെനിക്ക് സാധിച്ചല്ലോ. മനോവിഷയമല്ല അതൊരു ഭവൽ രൂപം കാണുവാനും അവകാശം വന്നതോ മഹാഭാഗ്യം. അതായത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വിഷയമല്ലാതൊരു ഭവൽ രൂപമാണ്. അതായത് ആർക്കും പറഞ്ഞാലും മനസ്സുകൊണ്ടൊന്നും ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ് പരമാത്മ. അതിനെ കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിന കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഉൾക്കമലത്തിൽ അറിയപ്പോക ദയാനിധേ. എൻ്റെ ഭഗവാൻ കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഈ ഉൾക്കമലത്തിൽ എൻ്റെ ഉള്ളത്തിൽ ഇത് അറിയപ്പോക ദയാനിധേ. എനിക്ക് അറിഞ്ഞുകൂടാ. അവരൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അവർ ഒരു തപസ്വിനിയാണ്, ഭക്തിയുണ്ട്. ഗുരുക്കന്മാർക്കറിയാം ഇവർക്ക് സാധിക്കുമെന്ന്. എന്താ കാരണം? അത്ര ഗുരുത്വമാണ്, ഭക്തിയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വരുമെന്ന് അവർക്ക് ഗുരുക്കന്മാർക്ക് അവർ നേരിട്ട് കണ്ടില്ലെങ്കിലും പ്രത്യക്ഷമായി എപ്പോഴും ഗുരുക്കന്മാർക്ക് എപ്പോഴും ഉൾക്കാഴ്ചയുള്ളവരാ. ഇവരോട് പറഞ്ഞു ഇവിടെ കഴിയൂ, ശ്രീരാമദേവൻ അവിടെ വന്നിട്ടുണ്ട്, ധർമ്മം രക്ഷിക്കാനാണ്, രാവണനെ വധിക്കാനാണ്. അപ്പോൾ കണ്ടിട്ട് മോക്ഷം നിനക്ക് വരും, അപ്പോൾ നീ വന്നാലും മതി. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നത് നീ വിഷമിക്കേണ്ട. ശബരിയെടുത്ത് പറഞ്ഞു, നിനക്ക് വിഷമമില്ലാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം. എന്താണ് ഇത് ഗുരുക്കന്മാർ പുരുഷന്മാരായതുകൊണ്ട് കിട്ടുമെന്ന് ധരിക്കണ്ട. ഇത് പുരുഷനോ സ്ത്രീയോ ഒന്നും ഇതിലില്ല. അത് പുരുഷ സ്ത്രീ ജാതി നാമങ്ങളില്ല. എന്നുവെച്ചാൽ നീചജാതിന്നോ ബ്രാഹ്മണ ജാതി ഒന്നും ഇല്ല ഇതിന്. ഇത് പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികൾ അല്ല കാരണം. ഇതൊന്നും പരമാത്മാവിൽ ലയിക്കാൻ മോക്ഷത്തിന് കാരണം ഇതൊന്നും അല്ല. പിന്നെന്താ? മമ ഭജനത്തിന് ജഗത്രയേ ഭക്തി ഒന്നൊഴിഞ്ഞും മറ്റില്ല കാരണം ഏത്? എന്താണ്? ഭഗവാൻ തന്നെയുള്ള ഭക്തി മാത്രമാണ്. ഇവിടെ നീചജാതിയെന്നോ അറിവില്ലെന്നോ ഒന്നും നീ പറയണ്ട. നിന്നിലുള്ള ഭക്തിയാണ്, അതാണ് ഇതിന് കാരണം. ഇവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇതിന് ഒരു വ്യത്യാസവും വേണ്ട. നീചജാതി എന്ന് കരുതണ്ട, അജ്ഞാനിയാണെന്ന് അറിവില്ലായ്മെന്ന് നമ്മൾ കരുതണ്ട. ഇതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളത്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭക്തി ഒന്നൊഴിഞ്ഞ് മറ്റില്ല കാരണം. അത് മുക്തി വന്നിടുവാനും ഇല്ല മറ്റൊരു കാരണം കൊണ്ട് മുക്തി ഉണ്ടാവില്ല. ഭഗവാനെ ഭജിച്ച് ഇരുന്ന് പ്രേമമാകുന്ന ഭക്തിയിൽ ഭജിച്ച് ഭഗവാനെ തന്നെ വേണം, അല്ലാതെ കാര്യസാധ്യത്തിനുള്ള ഭക്തിയല്ല. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഭക്തി എടുത്താൽ ഒരിക്കലും അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എന്ത് കാര്യസാധന വേണ്ടിയല്ലേ ഭജിക്കുന്നത്? അത് ഭഗവാനെ വേണം, വേറൊന്നും വേണ്ട. സർവ്വതും പരമാത്മന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്ത, ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകുന്നവർക്ക് മാത്രമേ വേറെ ഒന്നും വേണ്ട, ഒരറിവും വേണ്ട, ഒന്നും പഠിക്കുക ഒന്നും വേണ്ട. അതാണ് ഭഗവാനോട് പറയുന്നത്. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം. മമ ഭജനത്തിന് ജഗത്ര, ഈ ജഗത്രത്തിൽ എന്നെ മമ ഭജനത്തിന് ജഗത്ര, ഈ ജഗത്രത്തെങ്കിൽ എന്നെ ഭജിക്കുക, അതാണ്.
ഭക്തി ഒഴിഞ്ഞ് മറ്റില്ല കാരണം ഏത്? ഈ കാരണം മുക്തിക്ക് വേണ്ട കാരണം ഇതേ ഉള്ളൂ. മുക്തി വന്നിടുവാനും ഇല്ല മറ്റേത് ഒന്നുകൊണ്ട് എവിടെ ഏത് വൃന്ദാവനത്തിൽ പോയാലോ ഏത് രാമേശ്വരത്തോ കാശിലോ ഒന്നും പോയിട്ടൊന്നും കിട്ടത്തില്ല. ഇത് വേദമാണ് ഇത് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഇത് പരമാർത്ഥ സത്യമായ കാര്യമാണ്. തീർത്ഥ സ്നാനാദി തപോദാന വേദ അധ്യയന ക്ഷേത്ര ഉപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. ഈശ്വരനെ കിട്ടണമെങ്കിൽ ഭക്തി വർദ്ധിക്കണം. ഈ പറഞ്ഞ തീർത്ഥങ്ങൾ എവിടെ കുളിച്ചു കൊടുത്താലും ഏത് രാമേശ്വരത്ത് പോയാലും സ്നാനം കുളി, അതായത് തീർത്ഥ സ്നാനാദി തപോദാന. എത്ര തപസ് ചെയ്ത് ഭക്തി ഇല്ലാതെ തപസ്സിട്ട് എന്താ കാര്യം? ഭഗവാനെ പ്രത്യക്ഷമാകാൻ പറ്റുമോ? ചിലർ പറയും ഞാൻ തപസ്സില്ല ധ്യാനത്തില്ല. എന്താ ഈശ്വരൻ്റെ ഭക്തി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കുകയില്ല. അപ്പോൾ തപോ ദാന നമ്മൾ ചിലം കിട്ടത്തില്ല, തപസ്സിരുന്നാലും കിട്ടത്തില്ല. വേദ അധ്യയനം ഇത് എത്രമാത്രം തോരാതെ ഈ ഭഗവത്ഗീതയോ രാമായണമോ ഭാഗവതമോ എന്തെടുത്ത് എത്രമാത്രം വെളുക്ക ഇരുട്ടരെ വായിച്ചാലും കിട്ടത്തില്ല. വായിച്ചാൽ കിട്ടണമെങ്കിൽ അതിൽ ഇഴിഞ്ഞിറങ്ങണം. ആ അമൃത് നമ്മൾ ഉണ്ണണം, നമ്മളെ ഉള്ളിലേക്ക് അമൃത് പാനം ചെയ്യണം. ഇത് ഓരോ വാക്കുകൾ നമ്മുടെ ഉള്ളത്തിൽ ഇഴിഞ്ഞിറങ്ങണം. ഭക്തി ഉണ്ടെങ്കിൽ ഇഴിഞ്ഞിറങ്ങും. അപ്പോൾ അത് നമ്മുടെ ഉള്ളത്തിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ട് വേദ അധ്യയന ക്ഷേത്രോ, ഏത് ക്ഷേത്രത്തിൽ ഉപവസിച്ചാലും ക്ഷേത്രോ ഉപവാസ യാഗങ്ങൾ അഖില കർമ്മങ്ങൾ മറ്റെന്ത് കർമ്മങ്ങളായാലും ഒന്നിനാലും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. പരമാത്മാവിനെ ഹൃദയശുദ്ധിയോട് നിഷ്കളങ്കമായ ഒരു പൊടി കുഞ്ഞിൻ്റെ ഹൃദയത്തോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് ഒരു പൊടി കുഞ്ഞ് അമ്മയ്ക്ക് പാലിന് വേണ്ടി ഒരു കുട്ടി കരയും, 1 വയസ്സ് 1.5 കുഞ്ഞ് കരയും, നെട്ടിയെടുത്താൽ അമ്മ പാല് കൊടുത്തേ പറ്റൂ. അതാണ് ഭഗവാൻ. നമ്മൾ നെട്ടിയെടുക്കും. എന്താ? ഒരു കുഞ്ഞിൻ്റെ ഒരു മനസ്സാവണം. അപ്പോഴാണ് ഭഗവാനെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഉരുളും, നിലവിളിക്കും, നെഞ്ചടിക്കും, കരയും, എന്തൊക്കെ പറയും. അതൊക്കെ പറയുമ്പോൾ എന്ത് വരും? ഭഗവാൻ വിചാരിക്കും ഈ കുട്ടിക്ക് കാണിച്ചു കൊടുത്തേ പറ്റൂ എന്ന് ഭഗവാൻ അറിയും. ആ ഒരു ഭക്തിയാണ് അതിന് കാരണം. ആ ഭക്തന്മാർക്ക് മാത്രമേ മുക്തയാവാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. എന്നെ മൽ ഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ട് ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവൻ. ഉത്തമേ കേട്ടുകൊള്ളുക, മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. സജ്ജന സംഘം എന്ന് വെച്ചാൽ എന്താണ്? ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, ഭഗവത് കഥകൾ കേൾക്കുക, പറയുക, ഭഗവാന്റെ നാമങ്ങൾ, ഇതൊക്കെയാണ് സജ്ജന സംഘം. അല്ല വീട്ടുകാരും നാട്ടുകാരും ചന്തക്കാരും ഒന്നും അല്ല. സജ്ജനങ്ങളോട് സംസർഗം, നല്ല നല്ല ഭക്തി പ്രേമമാകുന്ന ഭക്തി മുഴുകിയ സജ്ജനങ്ങളുള്ള സംസർഗമാണ് സജ്ജന സംഗമം. അതുകൊണ്ട് മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽകഥാ ആലാപം. എന്താണ് മൽകഥാ ആലാപം? ഭഗവാന്റെ കഥകൾ പറഞ്ഞും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് നോക്കുക. അപ്പോൾ പ്രത്യക്ഷമാകും. നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് മൽകഥ ആലാപം. 2ാം സാധനം അത് വൈരാഗ്യം. എന്താണ് വൈരാഗ്യം? എല്ലാത്തിനും വിരമിക്കുക. നമുക്ക് പരമാത്മാവ് കഴിഞ്ഞാൽ മറ്റെന്ത് ഉള്ളു? അതാണ് വൈരാഗ്യം. നമ്മളെ വീട്, ധനം, മക്കള്, ഭർത്താവ്, ഭാര്യ, ഇതൊക്കെ 2ാമത് മതി മക്കളെ. ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് ഇതെല്ലാം വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ യഥാർത്ഥമായൊരു ഭക്തൻ ഭഗവാന് തന്നെയാണ് 1ാം സ്ഥാനം. അത് കഴിഞ്ഞിട്ട് മതി. ഭഗവാന് ഉച്ഛിഷ്ടമല്ല കൊടുക്കേണ്ടത്. നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവെ, അവർക്ക് കാപ്പിയിട്ട് ചോറും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പം വന്ന് ഹരേ രാമ 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 ഹരേ, തീർന്ന്. അപ്പം ഭഗവാൻ എന്താ നിങ്ങളെ ഉച്ഛിഷ്ടം തിന്നാനാണോ? അവസാനം കിടക്കാത്ത ഒന്ന് നാമജപം കേൾക്കാതിരിക്കുകയാണോ ഭഗവാൻ നിങ്ങളെ വിളി? ഭഗവാനെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിച്ചോണം. ഏത് സമയം എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ വേണം. അതിൽ കൂടി വേണമില്ല. അതാണ് യഥാർത്ഥ ഒരു ഭക്തൻ്റെ ലക്ഷണം. എപ്പോഴും ഉള്ളിൽ ഓർമ്മ എന്താണ്? മക്കൾക്ക് പാചകം ചെയ്യുമ്പോഴും, മക്കളെ വളർത്തുമ്പോഴും, അവരെ പഠിപ്പിക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ ഉള്ളത്തിലിരിക്കുമ്പോഴാണ് എപ്പോഴും ഭഗവാൻ കൃപ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആകുമ്പോഴാണ് നമുക്കും ഈശ്വരൻ്റെ സ്നേഹം ഇങ്ങോട്ട് വരും. ഈശ്വര, ഈ കുട്ടിക്ക് നിഷ്കളങ്കമായ സ്നേഹം, നിഷ്കളങ്കമായ ഭക്തി ആ കുട്ടിയെ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചേ പറ്റൂ എന്നിങ്ങനെ ആ ഭഗവാൻ ചിന്തിക്കും. അത് നമ്മളാണത് കൊടുക്കേണ്ടത്. നമ്മുടെ സ്നേഹവും ഭക്തിയും പോലെ ഇരിക്കും. അതുകൊണ്ട് മൽകഥ ആലാപം 2ാം സാധനം. 3ാമതും മൽഗുണേരണം. പിന്നെ എന്താണ് മൽഗുണേരണം? എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക.
മൽ വചോ വ്യാഖ്യാതൃത്വം, അതാണ് എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുക. ഇന്നലെ ഒരു മകള് എനിക്ക് സത്യത്തിൽ ഞാനൊക്കെ മറന്നു പോകും. മകള് പറഞ്ഞ, അമ്മേ ഈ രാമായണം എനിക്ക് ഒന്ന് വ്യാഖ്യാനിച്ച് കേൾക്കാൻ എനിക്ക് അത്ര ആഗ്രഹമായിരുന്നു. ഒരു എന്തോ ഒരു ശ്രീകല. അപ്പോൾ ഇപ്പം എനിക്കത് സാധിച്ചു അമ്മേന്ന് എനിക്ക് ഇന്നലെ കമൻസ് വന്നതാ. എനിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് വ്യാഖ്യാനിച്ച് കേൾക്കണമായിരുന്നു. കാരണം എല്ലാവർക്കും വായിച്ചേ കേട്ടുള്ളൂ, ഇത് വിവരിച്ച് കേട്ടിട്ടില്ല. അപ്പം ഇതാണ് വ്യാഖ്യാനം. ഉള്ള അറിവ്, ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ള ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, വ്യാഖ്യാനിച്ച് പറഞ്ഞ് കൊടുക്കണം. നമ്മൾ ഉള്ളത് മാത്രം ഇരുന്നാൽ നമുക്ക് മാത്രം അത് സ്വാർത്ഥതയല്ലേ. ഒരു കുട്ടിക്ക് അറിയണമെന്നുണ്ട് നമ്മൾ കൊടുക്കണ്ടേ. വിശന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം, ഒരു കുഞ്ഞിന് വിശന്ന് ദാഹിച്ചു വരുന്നു, അപ്പോൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് വിശക്കുന്നമ്മേ എനിക്കൂടെ താ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വിശപ്പിന് ആഹാരം കൊടുക്കണം. ആധ്യാത്മികമായ വിശപ്പുള്ളവർക്ക് അവർക്ക് ആധ്യാത്മികം പറഞ്ഞു കൊടുക്കണം, വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ പറയും, എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുക. മൽ വചോ വ്യാഖ്യാതൃത്വം മൽ കുല ജാത ആചാര്യ ഉപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും. ഒരിക്കലും നമുക്ക് ആവുന്നത്തോളം കാലം ഭഗവാനെ പൂജിക്കണം. എങ്ങനെ? നമുക്കുള്ള മനസ്സ്, ഒരു കിണ്ടി വെള്ളം, ഒരു പുഷ്പം, ഒരു വിളക്കത്തിപ്പ്, ഒരു കർപ്പൂരൊഴിയേക്കം, വലുതായിട്ടൊന്നും വേണ്ട. കയ്യിൽ എന്താ ഉള്ളൊരു പഴമാണോ അത് നമ്മൾ കൊണ്ടോ, ഇല്ലാത്തതും കൊടുക്കണമെന്ന് പറയുന്നില്ല. ആ കൃത്യനിഷ്ഠ, എന്ത് കിട്ടിയാലും ഉടനെ ഓർക്കണം. അയ്യോ ഒരു പഴം കിട്ടി, എൻ്റെ മകളെന്ന് പഴം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു പഴം എടുത്ത് ഭഗവാൻ കൊണ്ട് കൊടുത്തു. എന്തെടുത്താലും അപ്പോഴും ഭഗവാന് കൊടുക്കുന്നത് എന്താ? ഞാൻ മറക്കത്തില്ല, ഞാൻ എൻ്റെ കണ്ണിനെ മറക്കത്തില്ല. എനിക്ക് അത് കഴിഞ്ഞ് മറ്റൊന്നേ ഉള്ളൂ. അതാണ് യഥാർത്ഥമായ സ്നേഹം ഭഗവാൻ. അപ്പോഴും നമ്മുടെ ഒരു പൊടി കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് ഒരു പഴം നമ്മൾ അന്യൊരു കുട്ടി ഒരു പഴം ഉടനെ ചില തള്ളന്മാർ, എൻ്റെ കുഞ്ഞ് പൊതിഞ്ഞ് ഇടിപ്പൂട്ടി വെക്കും. അതെൻ്റെ കൊച്ചിന് കൊടുക്കാനാ. അതാണ് കുഞ്ഞുങ്ങളുടെ സ്നേഹം. നമ്മളും അങ്ങനെ ഒരു ഭഗവാനെ സ്നേഹിക്കണം. എന്ത് കിട്ടിയാലും എൻ്റെ കണ്ണിന് കൊടുക്കണം എന്ന് നമ്മുടെ ഉള്ളത്തിൽ വെമ്പൽ വരുന്ന, അതാണ് ഭഗവാൻ നോക്കുന്നത്. ആ ഒരു വെമ്പൽ നമുക്കുണ്ടോ, അവിടെയാണ് ഭഗവാൻ പ്രസാദിക്കുന്നത്. അല്ലാത്ത ഹൃദയം നല്ലതല്ല. അപ്പോൾ പുണ്യശീലത്വം യമനിയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും മന്ത്രോ ഉപാസകത്വം എട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളണം നീ ശബരിയെടുത്ത് പറയുന്നു ഭഗവാൻ. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. ഒത്തിരി വായിക്കാണ്ടല്ലോ മക്കളെ, ഇനി അർത്ഥം പറയാൻ പറ്റില്ല, സമയം പോകുന്നു. സർവ്വഭൂതങ്ങളിലും എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ, അറിയണ്ടായോ? സർവ്വഭൂതങ്ങളിൽ എന്തായി ഭൂതം? എല്ലാ ജീവജാലങ്ങളും. അതിൽ സസ്യമായാലും മൃഗമായാലും പക്ഷിയായാലും മനുഷ്യൻ എല്ലാം സർവ്വഭൂതമാണ്. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. ഒരു ഇല വെച്ചുമ്പോൾ, ഒരു പുഷ്പം വെച്ചുമ്പോൾ അതിലുകൊണ്ട് പരമാത്മാവ്. സർവ്വഭൂത മന്മതി ഉണ്ടാകണം. ഒരു പുഷ്പം വെച്ചുമ്പോൾ, ഒരു കാക്ക വന്നിരിക്കുമ്പോൾ അതിന് വിശക്കുന്നുണ്ടോ? ഒരു പുഷ്പം വെച്ചുമ്പോൾ ഭഗവാനെ ഇത് ഭഗവാനാണല്ലോ അതിലും, അത് അപ്പോൾ നമുക്ക് മന്മതി ഉണ്ടാകും. ഇതും എല്ലാം ഞാൻ തന്നെയാണ്, എന്നിലേക്ക് ഞാനാകുന്നത് തന്നെയാണ് അതിലെല്ലാം. അപ്പോൾ നമുക്ക് മന്മതി ഉണ്ടാകും അവരോട്. സർവദാ ഭക്തന്മാരിൽ പാരമാസ്തിക്യവും, ഭക്തന്മാരെ കാണുമ്പോൾ ഈശ്വരനെ കാണുന്നത് പോലെ കാണണം. പിന്നെ സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും, ഈ പുറമേ കാണുന്നതെല്ലാം നമുക്ക് വൈരാഗ്യം വേണം. ഈ ലോക ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പോയാൽ ഇത് കിട്ടത്തില്ല. നമുക്ക് ഏകാഗ്രമായിട്ട് മനസ്സിനെയും വധിച്ച് ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം എല്ലാത്തിനെയും നമുക്ക് കളയണം, വധിച്ച് കളയണം. എല്ലാം ആവശ്യമില്ലെന്നല്ല, എല്ലാം വേണം. പക്ഷേ നമുക്ക് ഭഗവാനുള്ള ചിന്ത മാത്രം മതി. അതാണ് നമുക്ക് മുന്നേ നിൽക്കേണ്ടത്. അങ്ങനെ ഉള്ളവർക്ക് സർവ്വ ബാഹ്യാർത്ഥങ്ങൾ വൈരാഗ്യം ഭവിക്കുകയും സർവബാഹ്യ അർത്ഥങ്ങൾ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കുകയും. സർവലോകാത്മാ പരമാത്മാവ് സർവ്വലോകത്തിലും പരമാത്മാവാണ്, അത് ഞാനാകുന്നവനാണ്. നമ്മൾ ഉറയ്ക്കണം, ആ ഞാൻ തന്നെയാണ് എല്ലാത്തിലും, എന്നിലും എല്ലാം. അവിടെ ഞാനൊന്നും നീയൊന്നുമില്ലാതെ സർവത്തിലും പരമാത്മാ, സർവ്വലോകാത്മാ സർവത്തിലുമാണെന്ന് നമ്മൾ കഴിയാം. ഞാനായവനാണ് സർവത്തിലും ഉറയ്ക്കണം. തത്വവിചാരം തത്വവിചാരം കേളു. 9 ഭദ്രേ. ചിത്തശുദ്ധിക്ക് ആദ്യ സാധനം, നമ്മുടെ ചിത്തശുദ്ധിക്ക് മനസ്സിന് ശുദ്ധി വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുക്തനാവാൻ പറ്റൂ. ചിത്തശുദ്ധി, ഇതാണ് മനസ്സിന് ശുദ്ധി ഉണ്ടാകുന്നത്. ഉക്തമായതു ഭക്തി സാധനം നവവിധം. ഈ 9 കാര്യങ്ങളാണ്. ഉത്തമേ ഭക്തി നിത്യം ആർക്കുള്ളു വിചാരിച്ചാൽ. ഇങ്ങനെയുള്ള ഭക്തി ഉത്തമേ ശബരി ഇതാർക്കാണുള്ളത് എന്ന് വിചാരിച്ചാൽ യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരെ നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ ഇത് തിരിയക്കായാലും ഏത്
ഇവിടെ മൃഗമാണോ പക്ഷിയാണോ? ഇപ്പൊ ജടായുവിന് എന്താ മോക്ഷം കിട്ടാൻ കാരണം? പക്ഷിയല്ലേ. ഒരുപാട് ഇപ്പം വൃന്ദാവനത്തിൽ ഗോക്കൾക്ക് എത്രയോ ഗോക്കൾക്ക് ഭഗവാനോട് ചേർന്ന് ലയിച്ച് നമുക്കറിയാം. നായൊക്കെ തന്നെ ജനങ്ങൾ വളർത്തുന്നത് മനുഷ്യനേക്കാൾ എത്ര സ്നേഹമാണ് അവർ കാണിക്കുന്നത്. എന്താ നിഷ്കളങ്കമായ സ്നേഹം. ഒരു നേരത്തെ എന്തെങ്കിലും ഒന്ന് നുള്ളി കൊടുത്താൽ തന്നെ അവരങ്ങ് എന്തൊരു പ്രേമമാകുന്ന ഒരു സ്നേഹമാണ്. അപ്പം നിഷ്കളങ്കമല്ലേ അവരിലുള്ളത്. അപ്പം അതുപോലെ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് എത്ര എത്ര ഗോക്കൾക്കാ ഇതൊക്കെ കിട്ടിയത്. അതുകൊണ്ട് സർവ്വത്തിരും യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ എത്രമാത്രം അറിവില്ല. അപ്പം മൂഢനെന്താണ്? ഇതൊന്നും അറിയാത്തവർ, ഇതൊന്നും അറിവില്ലാത്തവരായാലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഒന്നും ചെല്ലു പറയും, ഇന്നാർക്ക് പഠിത്തമുണ്ടോ? അവരെന്തൊന്നും അറിഞ്ഞൂടല്ലേ? ഒന്നും അറിയണ്ട, ഭഗവാനോട് പ്രേമമാകുന്ന ഭക്തി മാത്രം മതി. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വ അനുഭൂതി ഉണ്ടാം. അപ്പോഴേ എന്താ പറയാ, ഭക്തി വർദ്ധിക്കുമ്പോൾ എന്ത് വാമലോചനെ ശബരി മമ ഭഗവാൻ മമ എൻ്റെ തത്വ അനുഭൂതി ഉണ്ടാം. പരബ്രഹ്മത്തിൽ ലയിച്ച് ആനന്ദലഹരിയിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് അനുഭൂതി. ആ ഒരു ആനന്ദാനുഭൂതി എന്ന് പറയും, അതുണ്ടാം. തത്വ അനുഭവ സിദ്ധനായാൽ മുക്തിയും വരും. അത് എപ്പോൾ അവ സംഭവിക്കുന്നു? നമുക്ക് എപ്പോഴാണ് ഈ അനുഭൂതി ഉണ്ടാകുന്നത്? ഈശ്വരനിൽ രമിക്കുന്ന എപ്പോഴാണ്? അതാണ് മുക്തി. അപ്പോൾ മുക്തിയും വരും. തത്ര ജന്മനി മർത്തിനുത്തമ തപോധനെ ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. അപ്പോൾ എന്താണ് ഇതിന് കാരണം? മോക്ഷത്തിന് ഭക്തിയാണ്. ഇന്ന് ഒരുപാട് പേര് പറയും മരണം കണ്ട്, അയ്യോ അതിന് മോക്ഷം കിട്ടണേ, മോക്ഷം കിട്ടണേ. എങ്ങനെയായി മോക്ഷം കൊടുക്കണേ? വെറുതെ ഒരാൾ മരിച്ച കൊണ്ട് മോക്ഷം കിട്ടുമോ? നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് അത് തയ്യാറെടുത്ത് അത് ഉണ്ടാക്കിയെടുക്കേണ്ടേ. അത് ഭക്തി കൊണ്ട് നമ്മളത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഒരുപാട് പേര് മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥന, ഈ പോയ ആത്മാവിന് മോക്ഷം ലഭിക്കണേ എന്തറിഞ്ഞിട്ടാണ് അത് പറയുന്നത്. എൻ്റെ അറിവിൽ നോക്കുമ്പോൾ എനിക്ക് ഇത് വായിച്ച് മനസ്സിലാക്കുന്ന ആരും അത് പറയില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ജീവൻ മുക്തനാകണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകണം. അവർക്ക് ആരും പ്രാർത്ഥിക്കണ്ട, അവരെന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളുടെയും സപ്പോർട്ട് വേണ്ട അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടാൻ. അവിടെ മറ്റുള്ള സപ്പോർട്ടിന് മോക്ഷം കിട്ടത്തുമില്ല. എന്നാൽ പിന്നെ ആർക്കും ഒന്നും പഠിക്കണല്ലോ, വേറെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ മരിച്ചു കഴിയുമ്പോൾ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടാകൊണ്ട് കാണാൻ വന്നു തവ മുക്തിയും അടുത്തത് നിനക്ക് തപോധന. നിന്റെ ഭക്തി കൊണ്ടാണ് ഇവിടെ ഭഗവാനെ കാണാൻ വന്നത്. നിന്റെ ഭക്തി കൊണ്ടാണ് അങ്ങനെ മുക്തി അവൾ നിനക്ക് അടുത്തതിനെ മുക്തിയായി നിനക്ക് തപോധനെ. ജാനകി മാർഗം അറിഞ്ഞില്ല നീ പറയണം. കേന വാ നീത സീത മലപ്രിയ മനോഹരി. ജാനകിയുടെ വഴി മാർഗം എങ്ങോട്ട് പോയി എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ പറയൂ. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലും അകലുമാർ ആദരാൽ ഉട ചെയ്ത. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞൻ എന്നാകിലും ലോക അനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. ഭഗവാൻ സർവജ്ഞനാണ്, സർവം ലോകം അറിയാവുന്നതാണ്. എന്നാലും ചോദിച്ചതുകൊണ്ട് പറഞ്ഞിടുവൻ സീതാദേവി അവിടെ കഴിയുന്നു. ഖേദിച്ചു വിഷമിച്ചിട്ട് ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠൻ എന്നറിഞ്ഞാലും രാവണനാണ്. കണ്ടിത് ദിവ്യദൃശ്യം ഞാനിത് കണ്ടു എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട്. തണ്ടലർ മകളെ ഞാൻ കണ്ടു എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട്. മുമ്പിലാ മാറു കുറഞ്ഞ് ഒന്ന് തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽ പുരോഭാഗേ. പശ്യ പർവ്വതവര ഋഷ്യമുഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. ബാലിയെ പേടിച്ച് സംഗീതമായി അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ച് ചെന്നുകൂടാ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. അവിടെ സുഗ്രീവൻ സൂര്യപുത്രൻ അവിടെ ഉണ്ട്. 4 മന്ത്രികളോട് കഴിയുന്നു. അവിടെ ചെന്ന് അവനെ രക്ഷിക്കൂ, ഭഗവാൻ അവിടേക്ക് ചെല്ലൂ. അപ്പം സുഗ്രീവൻ മുഖാന്തരം ഇത് കിട്ടും. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട്. എന്നാൽ ദുഃഖങ്ങളെല്ലാം കാര്യവും സാധിച്ചിടാം. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽ പാദപങ്കജത്തോട് ചേർന്നുകൊള്ളുവൻ തുടങ്ങുന്നു. ഇനി എനിക്ക് പോകാൻ സമയമായി. എന്തൊരാനന്ദം ഭഗവാനെ. നമ്മൾ ഓരോരുത്തരും ഈ ശബരിയെ പോലെ ആനന്ദം അനുഭവിക്കുക. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തം മാത്രം ഭഗവാനെ അല്പനേരം പാർക്കണം. മുഹൂർത്തം മാത്രം ഭഗവാൻ അത്രയുമേ.
തീർക്കണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തി പൂണ്ടിത്ത മുക്കുത ദേഹത്യാഗവൻ ചെയ്ത് മുക്തി സിദ്ധിച്ച് ശബരിക്കത് കാലം ഭക്തവത്സലൻ പ്രസാദിക്കലിൽ നിന്ന് അവർക്ക് എന്നിലെത്തിയുടെ മുക്തി നീചജാതികൾക്കെന്നാകിലും ഭഗവാന്റെ പ്രസാദം പറഞ്ഞെങ്കിൽ ഭക്തവത്സലനാണെങ്കിൽ അവർക്ക് മുക്തി കിട്ടും. അവിടെ ഏത് ജാതി ആയാലും നീചജാതി ആയാലും. പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ലെന്ന് ധരിക്കണം. ഒരു ജന്തുക്കൾക്കും ഒരു ദുഷ്കരമല്ല. ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ ജന്തുക്കൾക്ക് ഒന്നും അറിയാത്ത മൂഢന്മാർക്കായാലും എന്തോരം ഒരു ദുഷ്കരമായിട്ട് ഒന്നുമില്ലെന്ന് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പദം ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യതിച്ച് തൻ ഗുരുനാഥോ ഉപദേശാൽ ഈ ഓരോരുത്തർ പറയും ഇന്നത് ചെയ്യൂ, ആ പൂജ ചെയ്ത് ഇത്ര ലക്ഷം കൊണ്ടോ ഇന്ന പൂജ ചെയ്യൂ, വെറുതെയാ. ഈ ഓരോരോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ധ്യാന കർമാദികളോ ഒന്നും അല്ല, ദൂരെ കളയൂ. ഇതൊക്കെ ദൂരെ കളയൂ. എന്താ സന്ധ്യജിച്ച് തൻ അതിനാൽ കളയൂ. എന്തിനാ വെറുതെ കർമ്മങ്ങളും യന്ത്രവും മന്ത്രമൊക്കെ ചെയ്യുന്നത്? അതെല്ലാം ത്യജിച്ച് കളഞ്ഞിട്ട് എന്തുകൊണ്ട് ഗുരുനാഥോ ഉപദേശാൽ ഭഗവാൻ ശ്രീരാമനെ ഗുരുവാക്കി. ഭഗവാൻ എന്താ ഇതിൽ പറഞ്ഞേക്കുന്നത്? ഇതാണ് നമ്മുടെ ഗുരു. ഈ പുരാണങ്ങളാണ് നമ്മുടെ ഗുരു. അത് പരമാത്മാവായ ശ്രീരാമനും കൃഷ്ണനൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ദൂരെ കണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. നിങ്ങൾ ഭഗവാനെ തന്നെ ധ്യാനിക്കൂ. എന്താ പറയുക, ഭഗവാന്റെ വാക്കുകളെ നമ്മൾ വ്യാഖ്യാനിക്കൂ. ആ കഥകൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കൂ. എല്ലാം ആലാപനം ചെയ്യൂ. ഇന്ന് ധ്യാനിക്കൂ, ഭക്തി വർദ്ധിക്കൂ. അത് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. അവിടെ മന്ത്രം തന്ത്രം ചെല്ലാനും ലോകത്തെല്ലാം ചുറ്റിക്കറന്ന് ഇത് പറയുന്നു. ഇതൊക്കെ ത്യജിക്കൂ എന്നാ പറയുന്നത്. എന്താ പിന്നെ വേണ്ടേ? ഭക്തി, പരമാത്മ ഭക്തി വേണം. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമമയം എല്ലാം ശ്രീരാമമയം കൃഷ്ണമയം അങ്ങനെ നമ്മൾ കാണാനും കേൾക്കാതെല്ലാം അങ്ങനെ നമ്മുടെ ഉള്ളത്തിലാകും. തിന്നുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം ശ്രീരാമമയം, അല്ലെ ഭാഗവതമാണെങ്കിൽ കൃഷ്ണമയം. ഇതെല്ലാം ഏകാത്മാവാണ്. ഏകാത്മാവായത് പരമാത്മാൻ്റെ നാനാത്വമാണ് ഇതെല്ലാം. അപ്പോൾ എന്തെങ്കിലും ഇവിടെ അന്യതായിട്ടുണ്ടോ? നാം എല്ലാം അതിലുള്ളതല്ലേ? എല്ലാം അത് തന്നെയാണ്. അപ്പോൾ എല്ലാം കൃഷ്ണമയം, എല്ലാം ബ്രഹ്മമയം, എല്ലാം ശക്തിമയം എന്ന് പറയാം, എല്ലാം ശിവമയം, എല്ലാം കൃഷ്ണമയം, എല്ലാം രാമമയം, എല്ലാം ഏകമയം. ഇതെല്ലാം ഏകമാണ്. ഓരോ രൂപവും നാമവും ഒക്കെ പറയുന്നത് എന്താണ്? മഹാമായയുടെ മായയിൽ നിന്ന് രൂപം എടുത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ രൂപവും നാമവും ഉണ്ടായത്. അല്ലെങ്കിൽ പരമാത്മാന് നാമവുമില്ല രൂപവുമില്ല, അരൂപിയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നത്? ശ്രീരാമമയം ജഗൽ സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചത്. അങ്ങനെ എല്ലാം ശ്രീരാമമയം എന്ന് പറയുമ്പോൾ അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് ഭഗവാനോട് ഐക്യം പ്രാപിക്കാം. എന്താണ് ഐക്യം? അഹം ബ്രഹ്മം തത്വമസി ഒന്നാകാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണി. ഇത്തം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തങ്ങൾ ചെയ്തത് കേട്ട നേരത്ത് ഈ കാര്യങ്ങളെല്ലാം ആര് കൊടുക്കുന്നു? പാർവതി ദേവിക്ക് ശ്രീ മഹാദേവൻ പരമേശ്വരൻ കൊടുക്കുന്നു. പിന്നെ ഇത്തം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തങ്ങൾ ചെയ്ത് അത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായ ശ്രീരാമങ്ങൾ ചിത്തമുറപ്പിച്ച് ലയിച്ചു രുദ്രാണിയും. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഭക്തി വർദ്ധിച്ചു. ഭഗവാന്റെ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ പാർവതീദേവിക്ക് ഭഗവാൻ അതായത് ശ്രീരാമൻ തന്നെ ചിത്തം അങ്ങ് ഉറപ്പിച്ചു. ഭഗവാൻ വൈകുണ്ഠവാസി നാരായണനല്ലേ? അപ്പോൾ ആ ഒരു ലയം പ്രാപിച്ചപ്പോൾ എന്തു വന്നു? രുദ്രാണിയും പൈങ്കിളി പൈതല താനും പരമാനന്ദം പൂണ്ട് ശങ്കരാ ജയിച്ച് ഇരുന്നരുളു ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ട് ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്കും ബ്രഹ്മമയം ഐക്യം ഉണ്ടാവും. അതാണ് തത്വമസി. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി ആയിട്ടാണോ എല്ലാവരും തിരിച്ചു വരുന്നത്? അങ്ങനെ വരുന്നത് പിന്നെ പിറ്റേ വർഷം പോകേണ്ട കാര്യമുണ്ടോ? തത്വമസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോകണ്ട. ശബരിമലയൊക്കെ നമ്മുടെ ഉള്ളത്തിലുണ്ട്. ആ കാശി നമ്മുടെ ഉള്ളത്തിലാണ്. അങ്ങനെ ഉള്ളം കണ്ടവരാരും പിന്നെ എങ്ങും പോകത്തില്ല. കാരണം അമൃത് കഴിച്ച ആൾ പിന്നെ അമേത്തത്തിന് എങ്ങും പോകത്തില്ല. അമൃതം ഉണ്ടവൻ, ആ ഒരു രുചി അറിഞ്ഞവൻ പിന്നെ ഈ ലോകത്തിൽ എങ്ങും ഒരു കാഴ്ച കാണാനും പോവുകയല്ല. എന്താ കാരണം? ആനന്ദം അറിയുന്നില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. അവർക്ക് എവിടെയെങ്കിലും പോയല്ലേ കാണാൻ പറ്റൂ. എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതും. അതുകൊണ്ടാണ് അറിഞ്ഞവൻ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അറിയേണ്ടതിന് അറിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? പിന്നെ നമുക്ക് ആനന്ദമല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി.
അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡ സമാപ്തി. എനിക്ക് അക്ഷരം തിരിയുന്നില്ല മക്കളെ, വായിക്കാൻ പറ്റുന്നില്ല. പതുക്കെയാണെങ്കിൽ പറ്റും, ഇതിപ്പം നാക്ക് ഈ വാദം കിടക്കുകൊണ്ട് നാക്കുകൾ തിരിയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവരും ഭഗവാനിൽ പ്രാർത്ഥിക്കുക, ഭക്തി നേടുക, പരമാനന്ദം ലയിച്ച് ഐക്യം പ്രാപിക്കുക. എനിക്കിതേ പറയാം, ഐക്യം തത്വമസി ഇതാവുക. ഹരി ഓം ഹരി ഓം ഹരി ഓം.